എല്ലാവർക്കും സസ്നേഹ പ്രണാമം. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശ്രുതിസ്മൃതിപുരാണാനാം ആലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദവിഭാഗിനി വ്യോമവദ്വ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയേ നമഃ. ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരുഃ സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. ശ്രീ ആഞ്ജനേയ സ്വാമിക്ക് ജയ്. എല്ലാവർക്കും വീണ്ടും ഒരിക്കൽ കൂടി നമസ്കാരം. ഹനുമാൻ ചാലീസ പഠനം ഒരു സപര്യായിട്ട് നമ്മളുടെ പ്രിയങ്കരനായ മാഷ് ശ്രീനിവാസൻ ബന്നിലെങ്കിൽ കഴിഞ്ഞ 10 ക്ലാസ്, ഇന്ന് 11ാമത്തെ ക്ലാസ് ആണ്. ഇന്ന് അതിൻ്റെ സമാപ്തിയിലേക്ക്, പരിപൂർണതയിലേക്ക് നാം എത്തുകയാണ്. എപ്പോഴും ആചാര്യന്മാർ പറയാറുള്ള മാതിരി എല്ലാം നമുക്ക് ജീവിതത്തിൻ്റെ, നമുക്ക് ഭഗവാൻ അനുഗ്രഹിച്ചു നൽകുന്ന ഓരോ അനുഗ്രഹമാണ്, ഓരോ നേട്ടമാണ്, ഓരോ സമ്പാദ്യമാണ് ആത്മീയ വിഷയങ്ങളിലേക്ക് നമുക്ക് ഇത്തരത്തിലുള്ള ഓരോ ചുവടുകൾ വയ്ക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും ഒന്നിൻ്റെയും പരിസമാപ്തിയല്ല, എല്ലാത്തിൻ്റെയും തുടക്കം തന്നെയാണ് നമ്മളുടെ ഓരോ സഭയുടെയും ഓരോ ഘട്ടങ്ങളും എന്ന് വീണ്ടും അനുസ്മരിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഭഗവത്പാദങ്ങളിൽ സമർപ്പിക്കുന്നതിനും അതുപോലെ ഈ ക്ലാസ്സിൽ പങ്കെടുത്തിരിക്കുന്ന ഓരോ സജ്ജനങ്ങൾക്കും അവർക്ക് ഈ ഹനുമാൻ ചാലീസയുടെ ഓരോ വാക്കുകളിൽ കൂടിയും അതിൻ്റെ ഓരോ ഉപകഥകളിൽ കൂടിയും മാഷ് ഏത് തരത്തിലാണോ കൊച്ചു കുട്ടികളെ കൈപിടിച്ച് നടത്തിയോ ഏതെങ്കിലേക്ക് നയിക്കുന്നത് എന്നതുപോലെ വളരെ ലളിതമായിട്ട്, സരസമായിട്ട്, എന്നാൽ അതിൻ്റെ അർത്ഥവ്യാപ്തിക്ക് യാതൊരു വിധത്തിൽ കോട്ടവും തട്ടാതെ എത്തരത്തിലാണോ ഈ ക്ലാസ് നയിച്ചത് അതിൻ്റെ ആ പാവനത, പവിത്രത, അത് നമ്മളുടെ ഹൃദയത്തിൽ സൂക്ഷിക്കുക. മാഷിനോടുള്ള ആദരവ്, സ്നേഹം, ഇതെല്ലാം നമുക്ക് എന്നെന്നും നിലനിർത്തുവാനും ആ ശ്രീ രാമചന്ദ്ര സ്വാമിയുടെ, ശ്രീ ഹനുമാൻ സ്വാമിയുടെ എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ അഗ്രഹങ്ങൾക്കും എപ്പോഴും ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഇന്നത്തെ സെഷൻ ആരംഭിക്കാം. ഇന്നത്തെ ക്ലാസ് നയിക്കുന്നതിന് നമ്മളുടെ പ്രിയങ്കരനായ മാഷിനെ സ്നേഹാദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമസ്തേ മാഷൻ. നമസ്കാരം. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. വന്ദന ശ്ലോകങ്ങളോടുകൂടി തുറന്ന് ഗജാനനം ഭൂതഗണാതിസേവിതം കപിത്തജംഭൂബലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വര പാദപങ്കജം. ഓം ഗം ഗണപതേ നമഃ. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരുഃ സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ഗും ഗുരുഭ്യോ നമഃ. വെള്ളപ്പളുങ്കു നിറമൊത്ത വിദഗ്ധരൂപി കള്ളം കളഞ്ഞു കമലത്തിലെഴുന്ന ശക്തി വെള്ളത്തിലെ തിരകൾ തള്ളി വരും കണക്കൻ ഉള്ളത്തിൽ വന്നു വിളയാടുക സരസ്വതി നീ. ഓം സം സരസ്വത്യൈ നമഃ. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. അതുലിത ബലധാമം ഹേമശൈലാപദേഹം
ധനുജവനകൃശാനാം ജ്ഞാനിനാമഗ്രഗണ്യം സകലഗുണനിധാനം വാനരാണാമധീശം രഘുപതി പ്രിയഭക്തം വാദജാതം നമാമി. ഓം ആഞ്ജനേയ ഭഗവാൻ കി ജയ്. ജയ ശ്രീറാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്ന് നമ്മൾ ഈ ക്ലാസ് ആരംഭിച്ചിട്ട് 11ാമത്തെ ഞായറാഴ്ചയാണ്, 11ാമത്തെ ക്ലാസ് ആണെന്ന്. ഇന്ന് നമ്മളിതിനെ പരിസമാപ്തി കുറിക്കാൻ ഭഗവത് പ്രസാദത്തോടുകൂടി സാധിക്കുമെന്ന് വിചാരിക്കുന്നു. ശ്ലോകങ്ങൾ ചൊല്ലാനായിട്ട് ശ്രീ സുരേഷ് മേനോനെ ക്ഷണിക്കുന്നു. ജയ് ശ്രീരാം. ജയ ശ്രീരാം. ശ്രീ ഗുരു ചരണ സരോജ രജ നിജ മനസു കുര സുധാരി വരണൗ രഘുബര വിമല ജസ ജോദായക ഫലചാരി बुद्धिहीन तनु जानिके सुमिरो पवन कुमार बल बुद्धि विद्या देहु मोहि हरहु कलेश विकार. ശ്ലോകം 32 തൊട്ടു മുൻപിലുള്ള ശ്ലോകം മുതൽ ചൊല്ലുന്നു. अष्टसिद्धिनौ निधि के दाता असबर दिन जानकी माता राम रसायन तुमरे पासा सदा रहो रघुपति के दासा तुमरे भजन राम को पावे जन्म जन्म के दुख बिसरावे अंधकाल रघुबरपुर जाई जहाँ जन्म हरि भक्त कहाई और देवता चित्त न धरई हनुमद से सर्व सुख करई संकट काटई मिटई सब पीरा जो सुमिरई हनुमद बलबीरा. जय 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 हनुमान गोसाई कृपा करहु गुरुदेव की नाई जो सत पार फाड़ कर कोई छूट ही बंदी महासुख होई. जो यह पढ़े हनुमान चालीसा होय सिद्धि साखी गौरीसा. तुलसीदास सदा हरि चेरा की जयनाद हृदय महडेरा की जयनाद हृदय महडेरा. पवन तनय संकट हरण मंगल मूर्ति रूप राम लखन सीता सहित हृदय बसहु सुरभूप. ഓം ജയ് ശ്രീരാം. ജയ് ശ്രീരാമും. വളരെ മനോഹരമായിട്ടുള്ള ഭക്തിഭാവത്തോടു കൂടിയിട്ടുള്ള ശ്ലോക പാരായണമായിരുന്നു. നമ്മളൊക്കെ അലിഞ്ഞ് കേട്ടിരുന്നു പോയി. അത് നമ്മൾ 33ാമത്തെ ശ്ലോകത്തിലാണ് കഴിഞ്ഞ പ്രാവശ്യം നിർത്തിയത്. तुमरे भजन राम को पावे जन्म जन्म के दुख बिसरावे. तुमरे जन्म राम को पावे, तुमरे भजन राम को पावे जन्म जन्म के दुख बिसरावे. तुमरे भजन രാമനാമം തോട് അടുക്കണമെങ്കിൽ ഹനുമത് നാമം ജപിച്ചാൽ മതി എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോഴോ ജനമജനംക്ക് ദുഃഖ ബിസരാവേ, എത്രയോ കാലങ്ങളായിട്ട്, യുഗാന്തരങ്ങളായിട്ട്, അല്ലെങ്കിൽ ജന്മജന്മാന്തരങ്ങളായിട്ട് നമ്മുടെ അടുത്തുള്ള എല്ലാ പാപങ്ങളും നീങ്ങിപ്പോകും. അതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടു. അപ്പോ ഇവിടെ നമുക്ക് ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം, ഭക്തനായിട്ടുള്ള ഇന്ദ്രദ്യുമ്നൻ, അദ്ദേഹത്തിനെ ഭഗവാൻ മോക്ഷം കൊടുത്തു വന്നിട്ട്. അതുപോലെ തന്നെ ശബരി ഏറ്റവും നമ്മൾ പറയുകയാണെന്ന് വെച്ചാൽ താഴ്ന്ന കുലത്തിലാണ് എന്ന് പറയാം. എന്നിട്ട് പോലും ശബരി രുചിച്ച പഴങ്ങൾ കഴിച്ച് ശ്രീരാമചന്ദ്ര ഭഗവാൻ
പ്രത്യക്ഷപ്പെട്ട ആശീർവാദം കൊടുത്ത് ശബരിക്ക് സാക്ഷാത്കാരം കൊടുത്തു ശ്രീരാമചന്ദ്ര ഭഗവാൻ. അതുപോലെ ഭക്തമീരയ്ക്ക് സ്വന്തം പ്രാണനടക്കം തുല്യമാക്കിയിട്ട് എല്ലാം കൊടുത്ത് മോക്ഷപ്രാപ്തി കൊടുത്തു ഭക്തമീരയ്ക്ക്. അതേസമയത്ത് കുബ്ജയ്ക്ക് വേണ്ടിയിരുന്നത് സൗന്ദര്യവും കൂനുപോക്കും ഭഗവത് സാമീപ്യവുമായിരുന്നു. അത് കൃഷ്ണൻ കൊടുത്തു. അപ്പോ ഭക്തരെങ്ങനെ വിളിക്കുന്നുവോ അവിടെ ഭഗവാൻ പ്രത്യക്ഷപ്പെടും. ഭക്തനാണ് ഭഗവാന്റെ ഏറ്റവും വലിയ വീക്ക്നെസ്. ഇത് നമ്മൾ മനസ്സിലാക്കണം. ഭക്തിയെ പറ്റി അത് ആസ്ഥയും ഭക്തിയും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. നമ്മൾ പിന്നീട് അതിനെക്കുറിച്ച് കാണും. അപ്പോൾ ഇത് പറഞ്ഞുകൊണ്ട് എല്ലാം ഭഗവത് ചരണങ്ങളിൽ ഭക്തിയായി ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അടുത്ത ശ്ലോകത്തിലോട്ട് പോകാം. 34-ാമത്തെ ശ്ലോകം. അന്ത് കാൽ രഘുവരപുര ജായി ജഹാ ജന്മ ഹരി ഭക്ത കഹായി. അന്ത് കാൽ രഘുവരപുര ജായി ജഹാ ജന്മ ഹരി ഭക്ത കഹായി. നേരത്തെ പറഞ്ഞത് എന്താണ്? ഇതെല്ലാം ഇനിയുള്ളത് ഈ ശ്ലോകങ്ങളുടെ ഇത് മനനം ചെയ്യുന്നതും ഇത് ജപിക്കുന്നത് കൊണ്ടും ഹനുമാനെയും ശ്രീരാമചന്ദ്ര സ്വാമിയും ജപിക്കുന്നത് കൊണ്ടും എന്താണ് നമുക്ക് ലഭിക്കുന്നത് എന്ന് കൂടിയാണ് ഇനിയുള്ള ശ്ലോകങ്ങളൊക്കെ. അപ്പോ തുമരേ ഭജന രാമക്കോ പാവേ ജനമ ജനമക്ക് ദുഃഖ വിസരാവേ എന്നാണ് പറഞ്ഞത്. അപ്പൊ ദുഃഖം നമ്മളുടെ അടുത്ത് എത്തില്ല, നമ്മളെ മറന്നു പോകും ദുഃഖം എന്നാണ് 33-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞത്. അപ്പോ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? നമുക്ക് ജീവൻ മുക്തി കിട്ടും. 4 പിന്നെ നമ്മൾ എന്താണ് പറയുക, ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം, ഈ 4 പുരുഷാർത്ഥങ്ങളും നമുക്ക് ജീവിച്ചിരിക്കുമ്പോഴേ നേടിത്തരും ഈ ഹനുമൽ സ്വാമിയുടെ ഭജനം, ഹനുമാൻ ചാലീസയുടെ ഭജനം. അങ്ങനെ ശ്രീരാമചന്ദ്ര ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ നമുക്ക് ദർശനം കിട്ടും. ആ സുഹൃതം നമുക്ക് സംഭവിക്കും എന്നാണ് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത്. അപ്പോൾ ഇവിടെ എന്താവുന്നത്? ജീവൻ മുക്തനായി മാറുകയാണ്. ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജീവൻ മുക്തനായി മാറുകയാണ്. അടുത്ത ശ്ലോകത്തിലോ അന്ത് കാൽ രഘുവർ പുരുജായി. ഇതിന്റെ വിവർത്തനം എങ്ങനെയാണ്? അന്ത് കാൽ എന്ന് പറഞ്ഞ അവസാന കാലത്ത് രഘുവർ പുരുജായി. രഘുവരപുരം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാക്ഷാൽ വൈകുണ്ഠം തന്നെ. അതാണ് ശ്രീരാമചന്ദ്ര ഭഗവാനെ ധ്യാനിച്ചാൽ സാകേതപുരിയിൽ എത്തുക എന്ന് പറയുന്ന ആ സാകേതപുരി വൈകുണ്ഠം തന്നെയാണ്. അന്ത് കാൽ രഘുവർ പുരുജായി ജഹാ ജന്മ ഹരിഭക്ത് കഹായി. ഇനി ഒരു ജന്മം ഉണ്ടെങ്കിലും അവിടെ തന്നെ ജന്മമാണെങ്കിലോ അല്ലെങ്കിൽ ഭൂമിയിലാണെങ്കിലും ഹരിയുടെ ഭക്തനായിട്ട് തന്നെ, ഉത്തമ ഭക്തനായിട്ട് തന്നെ, പിന്നെ ഈ സംസാര സാഗരത്തിൽ കിടന്ന് ചളി പറ്റി ഉഴറേണ്ട ആവശ്യം വരില്ല. ഭക്തനായിട്ട് തന്നെ, പരിവ്രാജനായിട്ട് തന്നെ തുളസീദാസിനെ പോലെ നമുക്ക് ജന്മം കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ അതിന്റെ ആവശ്യമില്ലെങ്കിൽ അങ്ങനെ ജീവൻ മുക്തനായ നമ്മളെ ക്രമമുക്തി, വേദാന്ത ചിന്തയിലെ ക്രമമുക്തി എന്ന് പറയുന്ന ആ ഏറ്റവും വലിയത്, നമ്മളുടെ എല്ലാം നന്മയോടുകൂടി നമ്മളെല്ലാം ചെയ്തതിന് ശേഷം നമ്മുടെ കർമ്മബന്ധനമറ്റ് ഭഗവത് പാദങ്ങളിൽ നമ്മൾ പ്രാപിക്കുമ്പോൾ ആ ഭഗവത് പാദത്തോട് നമ്മളെ ചേർത്ത് പിടിച്ച് കുറേ കാലം അവിടെ വയ്ക്കുമത്രേ. അതിനുശേഷം ഭഗവാൻ സ്വയം വന്ന് നമുക്ക് ആത്മജ്ഞാനം നൽകും. അങ്ങനെ ഒരു ആത്മജ്ഞാനം നൽകിക്കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ഈ കാലചക്രത്തിലോട്ട് വരേണ്ട ആവശ്യമില്ല. നമ്മൾ പെർമനന്റ് ആയിട്ട് എവിടെയാവും? വിഷ്ണുപാദത്തിൽ തന്നെ നമ്മൾ ഇരിക്കുമെന്നാണ് പറയുന്നത്. അപ്പോ ഇത് ക്രമമുക്തിയാണ്. ഈ ക്രമമുക്തിക്ക് കുറേ വർഷങ്ങളെടുക്കും. നമ്മുടെ ജീവൻ മുക്തനായി ഭഗവത് പാദാരവിന്ദങ്ങളോട് ചേർന്നാൽ കൂടി ക്രമമുക്തി വരാനും ഈ ആത്മജ്ഞാനം കിട്ടാനും ഒരുപാട് സമയമെടുക്കുന്ന പറയുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അങ്ങനെ നമ്മൾ ആത്മജ്ഞാനം കിട്ടി വേറൊരു ജന്മം ഇല്ലാണ്ട് ജനിമൃതികൾ എനിക്കിനി വേണ്ട എന്ന് പറയുന്നത് പോലെ ഹരിനാമകീർത്തനത്തില് അതുപോലെ നമ്മള് ഈ ക്രമമുക്തി പ്രാപിക്കും എന്നാണ് പറയുന്നത്. അപ്പോ ഹനുമത് ഭജനം ചെയ്യുന്ന സുഹൃതികൾക്ക് എന്താണ് ഗുണം? അവർ ജീവൻ മുക്തരാകും, അതുപോലെ തന്നെ ക്രമമുക്തിയും അവർക്ക് ആവും. അപ്പോ നമ്മളിപ്പോ കേട്ടിട്ടുണ്ട്, ഇതൊക്കെ നമ്മൾ ശരിക്കും ഇതെല്ലാം പറയാൻ എളുപ്പമാണെന്ന് തോന്നും. മരണകാലത്തെ ഭയത്തെ ചിന്തിച്ചാൽ മതിമറന്നു പോം മനമെല്ലാം, മനതാരിൽ വന്നു വിളയാടിയിടണം തിരുവൈക്കം വാഴും ശിവശംഭോ. അപ്പോ മരണകാലത്തെ ഭയം, ജീവിച്ചുകൊണ്ടിരിക്കുമ്പോഴുള്ള ആകെ ഭയം നമുക്കുള്ള എന്താണ്? മരണകാലത്തെ ഭയമാണ്. അപ്പൊ എന്ത് നമ്മൾ ചിന്തിക്കുന്നുവോ അതായിരിക്കും നമ്മളുടെ ജന്മം എന്ന്. അപ്പൊ മരിക്കുന്നതിന് തൊട്ട് മുൻപേ എന്ന് പറയരുത്.
നമ്മളുടെ ഒരു ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ ഈശ്വര പാതാരവിന്ദങ്ങളെക്കുറിച്ച് നമ്മൾ ഭജന ചെയ്യുകയും ചിന്തിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അതല്ലാതെ നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അതായിരിക്കും നമ്മുടെ അടുത്ത ജന്മം എന്നാ പറയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഒരു കാലം കഴിഞ്ഞാലെങ്കിലും സദാ ഭജനം ചെയ്വിൻ കൃഷ്ണപാദം എന്ന് കീർത്തനം ചെയ്യുന്നത്. അപ്പോ സുഹൃതികളോട് വീണ്ടും വീണ്ടും എല്ലാ മനീഷികളും ആവർത്തിച്ച് പറയുന്നതാണ്, വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കൂ, ഭജനം ചെയ്യൂ. കാരണം നിങ്ങൾക്ക് ഈ സംസാര സാഗരത്തില് ഈ ടോട്ടൽ എനർജി കോൺസ്റ്റന്റ് ആണ്. ആ എനർജിയിൽ നിന്നും നമ്മൾക്ക് എങ്ങനെ നമ്മൾ എന്ത് ചെയ്തോ ആ എനർജിയാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. ജീവിച്ചിരിക്കുമ്പോഴും നമ്മൾ എന്ത് ചെയ്തോ നെഗറ്റീവായി ചിന്തിച്ചു കഴിഞ്ഞാൽ നെഗറ്റീവായിട്ടുള്ള എനർജിയാണ് കിട്ടുന്നത്. അപ്പോ ഇത് ആലോചിച്ച് നമ്മള് ഈ ഒരു മരണഭയത്തെ അകറ്റണം. ഇപ്പൊ ഭാഗവതം എന്ന് പറഞ്ഞാൽ ഭാഗവതം നമുക്ക് കിട്ടിയത് എങ്ങനെയാണ്? പരീക്ഷത്തിന് വന്ന മരണഭയം, തക്ഷക ദംശനമേറ്റ് മരിക്കുമെന്നുള്ള ആ ഒരു മരണഭയത്തെ അകറ്റാനാണ്. അല്ലാതെ അദ്ദേഹത്തിനെ മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ ആർക്കും പറ്റിയില്ല. പിന്നെ ആ ഒരു സപ്താഹം കഴിഞ്ഞതോടുകൂടി അല്ലെങ്കിൽ ആ ഭാഗവത ജ്ഞാനം കിട്ടിയതോടുകൂടി ഈ ശരീരം വളരെ നമ്മൾക്ക് ജീർണ വസ്ത്രങ്ങൾ ഉപേക്ഷിക്കുന്നത് പോലെ ഉപേക്ഷിക്കാനുള്ള, ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ സന്ത സന്യാസിമാർക്ക്, ജീവൻ മുക്തരായിത്തീരുന്നവർക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ ജീവൻ എന്ന് പറയുന്നത് ഈ ശരീരമല്ല എന്ന്. ഈ ശരീരമല്ല എന്നും ആ ദ്വൈതമായിട്ട് ഞാനും ദൈവവും രണ്ടല്ല എന്നുള്ളതും, ഞാൻ ദൈവം തന്നെയാണ് എന്നുള്ള, എന്നിൽ തന്നെയാണ് ആ അംശം, അതിൻ്റെ മൂർത്തിമത് ഭാവം തന്നെയാണ് ഞാൻ എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ജീവനോടുള്ള ആസക്തി കുറഞ്ഞു കുറഞ്ഞു വരും അത്രേ. അപ്പൊ അതിനാണ് ഈ പ്രാർത്ഥനകളും എല്ലാം ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ ജീവൻ മുക്തി നേടിയിട്ട് നമ്മള് ഇപ്പോ കബീർദാസിന്റെ ഒരു ഗംഭീര രചനയുണ്ട്, അത് പാടിക്കഴിഞ്ഞാൽ നമുക്ക് കണ്ണിന്ന് വെള്ളം വരും, അങ്ങനത്താണ്, പേടിയാവും. അതിങ്ങനെയാണ് പോകുന്നത്. ജബ് യമരാജ് ശീഷ് ചഡ് ബൈഠേ, യമരാജൻ ശിരസിൽ കയറിയിട്ടിരിക്കുന്ന സമയത്ത് ബഹേ നയനകി നീർ, കണ്ണിൽ നിന്നും നമുക്ക് കുടുകുടാ വെള്ളം വരും. കരോരെ ബന്ദേ ഉസ് ദിൻ കി യാദ് എന്നാണ് കബീർദാസ് പറയുന്നത്. ജബ് യമരാജ് ശീഷ് ചഡ് ബൈഠേ ബഹേ നയനകി നീർ കരോരെ ബന്ദേ ഉസ് ദിൻ കി യാദ്. അത് അപ്പോഴല്ല ചെയ്യേണ്ട, ഇപ്പോഴേ ചെയ്യണമെന്നാണ്. ശ്വാസോം കെ ആനെ ജാനെ കാ ക്രമ ജബ് ടൂട്ടേഗാ, പതുക്കെ പതുക്കെ വലിക്കാൻ തുടങ്ങും, ഊർധ്വം വലിക്കുക. ശ്വാസോം കെ ആനെ ജാനെ കാ ക്രമ ജബ് ടൂട്ടേഗാ, ജോ വർഷോ മേ ജോഡാ ഹേ സബ് കുച്ച് ക്ഷൺ മേ ഛൂട്ടേഗാ. എത്രയോ കാലങ്ങളായിട്ട് സമ്പാദിച്ചു കൊണ്ടതും അതുപോലെ തന്നെ ബന്ധങ്ങളും, ആ ബന്ധനങ്ങളെല്ലാം ക്ഷണമേ ഛൂട്ടേഗാ, ബോല് തൂ ക്യാ കർ പായേഗാ, ബോല് തൂ ക്യാ കർ പായേഗാ. എന്തെങ്കിലും നിനക്ക് ചെയ്യാൻ പറ്റുമോ എന്നാണ് കബീർദാസ് ചോദിക്കുന്നത്. മൻ ഉസ് ദിൻ കി സോച്ച് കാൽ ജബ് ആയേഗാ, ഓ ബന്ദേ ജബ് യമരാജ് ആയേഗാ തും ഉസ് ദിൻ കി സോച്ച്. അപ്പോ ഇത് പറഞ്ഞ് പേടിപ്പിക്കാനല്ല, നമ്മളോട് പറയണം ആത്യന്തികമായിട്ട് ജനിച്ചു കഴിഞ്ഞാൽ മൃത്യു ഉണ്ടെന്നും ആ മൃത്യുവിന് നമുക്ക് മോചനമില്ല. ആ മൃത്യുവിനെ എങ്ങനെ ഭയത്തെ മാറ്റിയെടുക്കാം, അതിനുശേഷമുള്ള ഈ സുഹൃതികളെ പോലത്തെ ഈ ജന്മം നമുക്ക് കിട്ടിയത്, മനുഷ്യ ജന്മം കിട്ടിയത്, ഒരു പശുവായി ജനിച്ചാൽ ആ പശുവായിട്ട് തന്നെ ആ പശുവിന്റെ ഗുണങ്ങൾ മാത്രമേ കാണിക്കാൻ പറ്റുള്ളൂ. അതേസമയത്ത് ഒരു മനുഷ്യനായി ജനിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ഉന്നതിയിലെത്താൻ പറ്റും അദ്ദേഹത്തിന്. അതുകൊണ്ടാണ് ഏറ്റവും നല്ല ജന്മമാണെന്ന് പറയുന്നത്. അപ്പോ ഈ ജന്മത്തില് ഹനുമൽ ഭജനം ചെയ്ത് നമ്മള് മഹാത്മാക്കളെ അതൊന്നും ഭയപ്പെടുത്താനല്ല പറയുന്നത്. ഇവരെ ശരീരം എന്ന മോഹം എന്നുള്ള ആ മായയിൽ നിന്നും നമുക്ക് മുക്തി കിട്ടണം, അതിനെ ഉണർത്താൻ വേണ്ടിയിട്ടാണ്. ഡറാനേക്കാ നെയ്യെ ജഗാനേക്കാഹേ എന്നാണ് പറയുക ഹിന്ദിയിൽ. നിങ്ങളെ ഭയപ്പെടുത്താനല്ല, പക്ഷെ ഉണർത്താനാണ് ഇത് പറയുന്നതാണ്. അതുകൊണ്ട് നിരന്തരമായി നിശ്ചിന്തമായിട്ട് അങ്ങനെ അചഞ്ചലമായ മനസ്സോടുകൂടി ഹനുമൽ സ്വാമിയെയും അതുപോലെ ശ്രീരാമചന്ദ്ര ഭഗവാനെയും ഭജിച്ചു കഴിഞ്ഞാൽ അന്തകാൽ രഘുവർ പുരുജായി ജഹാ ജന്മ ഹരിഭക്ത് കഹായി. അന്തകാലത്ത് കാലനല്ല വരിക ഈ പേടിപ്പിച്ചതുപോലെ. ആരാണ് വരിക? ഹനുമാൻ സ്വാമി തന്നെ വന്ന്, അദ്ദേഹമാണ് ഭക്തനെ ഭഗവാനോട് അടുപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഭഗവാനെ ഭക്തനിൽ അടുപ്പിക്കുന്നതും നമ്മൾ ധാരാളം ഉദാഹരണങ്ങൾ കണ്ടു കഴിഞ്ഞു. ആ അന്തകാലത്ത് ഈ യമരാജന് പകരം ആരാണ് വരുന്നത് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകാൻ? ഈ ഹരിഭക്തനെ ഹനുമൽ സ്വാമി തന്നെ കൊണ്ടുപോയിട്ട് നമ്മളെ രാമപാദങ്ങളില് വൈകുണ്ഠത്തില് സാകേതത്തിൽ എത്തിക്കും. അതുകൊണ്ട് അന്തകാൽ രഘുവർ പുരുജായി ജഹാ ജന്മ ഹരിഭക്ത് കഹായി. ഇനി ജന്മമുണ്ടെങ്കിൽ അത് നിങ്ങൾ ഹരിഭക്തനായിട്ട് തന്നെ, അത് വൈകുണ്ഠത്തിലാണെങ്കിലും ഭൂമിയിലാണെങ്കിലും ഹരിഭക്തനായി തന്നെ
നിങ്ങൾ അറിയപ്പെടും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഹനുമാൻ സ്വാമിയെ ഭജനം ചെയ്യൂ, ഹനുമാൻ ചാലീസ ഭജനം ചെയ്യൂ. കാരണം അദ്ദേഹം ഗുരുവാണ്, ഭക്തനാണ്, ഭഗവാനാണ്, ഏറ്റവും വലിയ ഒരു പാലമാണ് ആ പാതാരവിന്ദങ്ങളോട് നമ്മളെ അടുപ്പിക്കാനുള്ളത് എന്നാണ് പറയുന്നത്. നമുക്ക് 35-ാമത്തെ ശ്ലോകത്തിലോട്ട് പോകാം. ഒരുപാട് ശ്ലോകങ്ങൾ നമുക്ക് ക്ലിയർ ചെയ്യേണ്ടതാണ്. അടുത്തതോ, അപ്പോ ആദ്യം പറഞ്ഞു ജീവൻ മുക്തനായി തീരും, അത് കഴിഞ്ഞപ്പോ പറഞ്ഞു എന്താണ്, ക്രമമുക്തി കിട്ടും. ഇനി ഇങ്ങനെയൊക്കെയല്ല, അപ്പോ കുറെ ദൈവങ്ങളുണ്ട് നമുക്ക്, അല്ലെങ്കിൽ ധാരാളം പന്ഥുകളും സന്യാസിമാരും എല്ലാം ഉണ്ട്. അപ്പൊ നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതാണ്. ഓർ ദേവത ചിത്തന ധരൈ ഹനുമത് സേയി സർവ സുഖ ഖരൈ. ഓർ ദേവത ചിത്തന ധരൈ ഹനുമത് സേയി സർവ സുഖ ഖരൈ. ഓർ ദേവത ചിത്തന ധരൈ, മറ്റൊരു ദേവതകളെയും ചിത്തത്തിൽ, മനസ്സിൽ ധ്യാനിക്കേണ്ട ആവശ്യമില്ല. കാരണം ജീവൻ മുക്തി ഹനുമാൻ തേടിത്തരും. അതുപോലെ തന്നെ ക്രമമുക്തി ഹനുമാൻ തരും. അന്ധകാലത്ത് യമരാജനെ മാറ്റി നിർത്തിയിട്ട് ഭയമില്ലാതെ നമ്മളെ കൊണ്ടുപോകും. ഇതെല്ലാം ഒരു സ്ഥലത്ത് കിട്ടുമെങ്കിൽ എല്ലായിടത്തും ഓടി നടക്കണം എന്തിനാണ് എന്നാണ് തുളസീദാസ് ചോദിക്കുന്നത്. അപ്പോ ഇത് തന്നെയല്ലേ കൃഷ്ണൻ ഭഗവത്ഗീതയിൽ പറഞ്ഞു തരുന്നത്. സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം ത്വാം സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുച. എന്ന് വെച്ച് കഴിഞ്ഞാൽ സർവധർമ്മങ്ങളെയും ത്യജിച്ച് എന്നിൽ ശരണം തേടൂ, നിന്നെ ഞാൻ സകല പാപങ്ങളിൽ നിന്നും മുക്തനാക്കി ജീവൻ മുക്തനാക്കാം എന്നാണ് കൃഷ്ണൻ ഭഗവത്ഗീതയിൽ പറഞ്ഞു തരുന്നത്. അപ്പോൾ എന്താണോ നമ്മൾ ചെയ്യുന്നത് ആ ഭക്തിയിൽ നമ്മൾ അലിഞ്ഞ് സമർപ്പണ മനോഭാവത്തോടുകൂടി ചെയ്യണം. അത്രേ ഇവിടെ പറയുന്നുള്ളൂ. അതിൽ ഏറ്റവും എളുപ്പമായിട്ടുള്ള വഴിയാണ് സദാ നമ്മുടെ കൂടെ നിൽക്കുന്ന വായു, ആ വായുവിന്റെ തന്നെ അവതാരമായ വായു ഭഗവാൻ ആയിട്ടുള്ള ഹനുമാനെ ഭജിക്കൂ, ഹനുമാൻ ചാലീസ എന്ന വളരെ സരളമായ കൃതിയിലൂടെ എന്നാണ് തുളസീദാസ് ഇവിടെ പറഞ്ഞു തരുന്നത്. അപ്പോ എല്ലാ സുഖങ്ങളും ഹനുമൽ ഭജനം കൊണ്ട് സാധിക്കും. ഓർ ദേവത ചിത്തന ധരൈ. ഇപ്പോ അത് തുളസീദാസ് വേറൊരു കവിതയിൽ പറയുന്നുണ്ട്. ഒരു വണ്ടിയിൽ ഒരാൾ പോവുകയാണെന്ന് കരുതുക, കാളവണ്ടിയാണെങ്കിലും, പണ്ട് കാലത്ത് കാളവണ്ടി ആയിരിക്കും. അപ്പോൾ ഇപ്പൊ നമുക്കൊരു ട്രെയിനിന് ഉദ്ദേശിക്കാം. ആ ട്രെയിനിൽ പോകുമ്പോൾ ഒരു വലിയ ഭാണ്ഡമുണ്ട്. ആ ഭാണ്ഡം എടുത്തിട്ട് ഈ ആള് തലയിൽ വെച്ചു അത്രേ. ഈ ഭാരം മുഴുവൻ ഈ വണ്ടിക്ക് വേണ്ട, കുറച്ച് ഞാനും ചുമക്കാന്ന്. അപ്പൊ കുറെ നമ്മൾ ചുമക്കും, കുറെ വേറെ ആൾക്ക് കൊടുക്കും, കുറെ ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. എവിടെയാണോ ധ്യാനനിഷ്ഠയുള്ളത് അവിടെ ഉറച്ചിരുന്നോളൂ എന്നേ പറയുന്നുള്ളൂ ഇവിടെ. അപ്പോ ഇതിന് ഒരു വളരെ മനോഹരമായിട്ടുള്ള ഒരു ദൃഷ്ടാന്തം ഞാൻ പറഞ്ഞു കളിപ്പിക്കാം. ഈ ദൃഷ്ടാന്തത്തില് ഭക്തകവി നരസി മേത്ത, വൈഷ്ണവ ജന തോ തേനെ കഹിയെ ജെ പീഡ പരായി ജാനെ രേ. വൈഷ്ണവ ജനത്തോ, വൈഷ്ണവ ജനത്തോ, വിഷ്ണുവിന്റെ ജനം എന്ന് ആരെയാണ് പറയുന്നത്? ഹരിജൻ എന്ന് ആരെയാണ് പറയുന്നത്? പീഡ് പരായി ജാനരേ, മറ്റൊരാളുടെ ദുഃഖം അറിയുന്ന ആളാണ്, അയാൾ അലിവ് തോന്നുന്ന ആളാണ്, അയാൾക്ക് ഗുണം ചെയ്യുന്ന ആളാണ്. അടുത്ത ലൈനുകൾ അതാണ്. അപ്പോ ഇങ്ങനെ ഈ ഭക്തകവിയായിട്ടുള്ള സന്ത് തന്നെയായിരുന്നു അദ്ദേഹം. സന്തായിട്ടുള്ള ഭക്തകവിയായിട്ടുള്ള നരസിംഹേത്ത ഈ കലിയുഗത്തിൽ തന്നെ ജീവിച്ചതാണ്. ഇതൊക്കെ നമുക്ക് പ്രത്യക്ഷ ദൃഷ്ടാന്തങ്ങളാണ്. 1409 ജനിച്ച് 1488 ചരമം പ്രാപിച്ച ഈ ഇദ്ദേഹം നരസിംഹേത്ത ജൂനാഗഡിനടുത്തുള്ള ഒരു വില്ലേജിലായിരുന്നു അദ്ദേഹത്തിന്റെ ജനനം. അങ്ങനെ അപ്പോ ഒരു പ്രാവശ്യം ഇദ്ദേഹം വളരെ എല്ലാം ത്യജിച്ച് ഇങ്ങനെ ഭഗവത് നാമം മാത്രം, ഹരിയുടെ നാമം മാത്രം ജപിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ കുട്ടിയിൽ ഇരിക്കുന്ന കാലമാണ് ജൂനാഗഡില്. ഒരൊറ്റ ആഗ്രഹമേ ഉള്ളൂ, ഇടയ്ക്കിടയ്ക്ക് ഒരു വലിയ ഭണ്ഡാര നടത്തണം, എന്നിട്ട് സാധുക്കളെ മുഴുവൻ വിളിക്കണം, സന്യാസിമാരെ മുഴുവൻ വിളിക്കണം, അവർക്കൊക്കെ ഭഗവത് നാമത്തില് ഭണ്ഡാരയില് ഭക്ഷണം കൊടുക്കണം. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസാദം കൊടുക്കണം. ഇത്ര മാത്രമേ അദ്ദേഹത്തിനുള്ളൂ. ബാക്കി സമയം മുഴുവൻ അദ്ദേഹം ജപിച്ചിരിക്കും. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരി ഹേ നാഥ നാരായണ വാസുദേവ. ഈ നാമമായിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ടത് അത്രേ. അപ്പോ ഒരു നാഗർ ബ്രാഹ്മണനാണ്, സൗരാഷ്ട്രയിലത്തെയാണ് നാഗർ ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ ഗുജറാത്തികൾക്ക് എല്ലാവർക്കും അറിയാം. ഈ നാഗർ ബ്രാഹ്മണനായിരുന്ന ആളുകൾക്കൊക്കെ ഇയാളെ എപ്പോഴും കളിയാക്കും, ഈ നരസിംഹത്തെ. അപ്പൊ ഈ ഗ്രാമത്തില് കുറെ സന്ത് സന്യാസിമാര് വേറെ ഏതോ ദേശത്തു നിന്നും നടന്നു വരികയാണ്. എത്തിയതിനു ശേഷം ഇവരോട്, ഈ ഗ്രാമവാസികളോട് ചോദിക്കുകയാണ്, ഞങ്ങളുടെ അടുത്ത് കുറെ പൈസയുണ്ട്,
ഈ പൈസ കൊണ്ട് ദ്വാരകാധീശനെ കാണാൻ ദ്വാരകയിലേക്ക് പോവാണ്. അപ്പൊ ദ്വാരകയിലേക്ക് പോകുമ്പോൾ ഇത് കൊണ്ടുപോകാൻ വയ്യ. കാരണം ജൂനാഗഡ് കഴിഞ്ഞാൽ ഇപ്പോഴും ഗിർ ഫോറസ്റ്റ് ആണ്. ഗിർ ഫോറസ്റ്റിന്റെ ഉള്ളിൽ കൂടെയാണ് വഴിയുള്ളത്. എന്നിട്ടാണ് എവിടെ പോകുന്നത്? ദ്വാരകയിൽ പോകുന്നത്. അപ്പോ പണ്ട് കാലത്ത് എത്ര നിബിഡമായ വനങ്ങളായിരിക്കും. അത് കഴിഞ്ഞാൽ കടൽ തീരാണ്. അപ്പോ എല്ലായിടത്തും കടൽ കൊള്ളക്കാരും കാട്ടുകൊള്ളക്കാരും ഒക്കെ ഉള്ള സ്ഥലമാണ്. ഞങ്ങൾക്ക് കുറേ കാലം ദ്വാരകയിൽ കഴിയണം. അതിന് ഞങ്ങൾക്ക് ഈ പൈസ പണ്ടത്തെ ഇപ്പോഴത്തെ പോലെ പണ്ട് എന്ത് ചെയ്യും? ഏതാണ് അടുത്ത ജനവാസമുള്ള വലിയ ഗ്രാമങ്ങളെ അല്ലെങ്കിൽ വലിയ ചെറിയ പട്ടണങ്ങളെ അവിടെ കൊണ്ടുപോയിട്ട് പൈസ ഏൽപ്പിക്കും. എന്നിട്ട് പറയും, എനിക്കൊരു കാര്യം ചെയ്യൂ, എനിക്ക് ഹുണ്ടിക റെസിപ്റ്റ് എന്ന് പറയും. ഹുണ്ടിക റെസിപ്റ്റ് എന്നാണ് അതിന് ഗുജറാത്തിയിലും പറയുക. ഇപ്പൊ നമുക്ക് പറയാം എന്ത് വേണമെങ്കിൽ, ഈ ഇംഗ്ലീഷിൽ പറയുകയാണെന്ന് വെച്ചാൽ പ്രോമിസറി നോട്ട് എന്ന് പറയാം. അപ്പോൾ ഇദ്ദേഹത്തിന്റെ അടുത്ത് ആരുടെടുത്തെങ്കിലും കൊടുക്കും, എന്നിട്ട് പറയും പ്രോമിസറി നോട്ട് തരൂ. ഇത് ദ്വാരകയിൽ കൊണ്ടേ കൊടുത്താൽ ഇദ്ദേഹത്തിന് പരിചയമുള്ള ആരെങ്കിലും വ്യാപാരി വേണം അവിടെ. കാരണം വലിയ വ്യാപാരികളുടെ സ്ഥലമാണ്. അപ്പൊ കണക്ഷൻസ് ഉണ്ട്. എനിക്ക് പൈസ കിട്ടിയിട്ടുണ്ട്. പണ്ട് എപ്പോഴും സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ബാർട്ടർ സിസ്റ്റം അല്ലേ ചെയ്തിരുന്നത്. അപ്പൊ ഈ ഹുണ്ടിക റെസീറ്റ് കൊടുത്താൽ ദ്വാരകയിൽ കണക്ഷനുള്ള ആരെങ്കിലും ജൂനാഗഡിലുണ്ടെങ്കിൽ ഞാൻ അവിടെ ചെന്നിട്ട് ഞങ്ങൾക്ക് കഴിയാൻ ആവശ്യമുള്ളപ്പോൾ ഈ പൈസ മേടിക്കാം. അവിടെ ചെന്നിട്ട് ഭഗവാന്റെ ദർശനം കഴിഞ്ഞ് അവിടെ താമസിക്കുമ്പോൾ. അതുകൊണ്ട് ഹുണ്ടിക റെസിപ്റ്റ് കിട്ടാൻ ആരെങ്കിലും ഉണ്ടോ ഇവിടെ എന്ന് ഗ്രാമവാസികളോട് ചോദിക്കുമ്പോൾ ഗ്രാമവാസികൾ പറയത്രേ, ഒന്ന് പറ്റിക്കാം ഇയാളെ നരസിംഹത്തെ എന്ന് പറഞ്ഞ്. അതാ അവിടെ ഒരു കുട്ടിയുണ്ടല്ലോ, അതിനകത്ത് വളരെ ധനികനായിട്ടുള്ള ഒരു സേട്ടാണ് ഇരിക്കുന്നത്. പക്ഷെ അയാൾക്ക് 3 ഭാവങ്ങളാണ്. ചെന്ന് കഴിഞ്ഞാൽ അയാൾ പറയും, ഞാൻ ഫക്കീറാണ്, എൻ്റെ അടുത്ത് ഒന്നുമില്ല, എനിക്ക് പരിചയമില്ല ആരെന്നൊക്കെ പറയും. പക്ഷെ അതൊന്നും കേൾക്കണ്ട, മുറുകെ പിടിച്ച് പിന്നാലെ നടന്നോളൂ, അല്ലെങ്കിൽ കാട്ടുകൂടെ പോകേണ്ടതാണ്, നിങ്ങളുടെ പൈസ പോകുമെന്ന് പറയും. സന്തുക്കൾ 4 പേരും കൂടി ഈ നരസിംഹേട്ടൻ്റെ അടുത്ത് ചെല്ലും. നരസിംഹേട്ട പാവം പറയും, സേട്ട് എന്ന് വിളിച്ചിട്ടാ ചെല്ല. അപ്പൊ ഇദ്ദേഹം ജപിച്ചിരിക്കുകയാണ് ശ്രീകൃഷ്ണ ഗോവിന്ദ, ഞാൻ സേട്ടൊന്നുമല്ല, എൻ്റെ അടുത്ത് ഒന്നുമില്ല. അതൊക്കെ ഗ്രാമവാസികൾ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളെ എന്ത് പറഞ്ഞാലും ഞങ്ങൾക്ക് ദ്വാരകയിൽ പരിചയമുള്ള ഒരാൾക്ക് പ്രോമിസറി നോട്ട് എഴുതി തരണം എന്ന് പറയും. ദ്വാരകയിൽ എനിക്ക് അങ്ങനെ ആരും വ്യാപാരികളും പരിചയമൊന്നുമില്ല. അപ്പൊ കുറേ സന്തുക്കൾ പറയുമ്പോൾ അദ്ദേഹം കൈകൂപ്പി പറയാണ്, നിങ്ങൾ എന്നെ ബുദ്ധിമുട്ടിക്കരുത്, ഞാനൊരു ദരിദ്രനാണ്, ഭണ്ഡാര ചെയ്യാൻ പോലും ഞാൻ ആളുകളുടെ അടുത്ത് പിരിച്ചെടുത്തിട്ടാണ് ചെയ്യുന്നത്, പിന്നെ അവരുടെ ദയ കൊണ്ടാണ് ഞാൻ കഴിയുന്നത് എന്നൊക്കെ പറയുമ്പോൾ ഇവര് സന്തു പറയത്രേ, എൻ്റെ തലയിൽ തൊട്ട് സത്യം ചെയ്യൂ, ദ്വാരകയിൽ നിങ്ങൾക്ക് ആരുമില്ല. നോക്കൂ, ദ്വാരകയിൽ ആരുമില്ല. ഹരിയെ സ്വന്തം ഹൃദയത്തിൽ വെച്ച് നടക്കുന്ന നരസിംഹേട്ടയുടെ ദ്വാരകാധീശനാണ് അദ്ദേഹത്തിന്റെ എല്ലാം. അവിടെ ആരുമില്ല എന്ന് പറയാൻ അദ്ദേഹത്തിന് പറ്റില്ല. ഉടനടി തോന്നി ഇത് ഭഗവാന്റെ കൽപ്പനയായിരിക്കും, പൈസ മേടിക്കാൻ ഇവര് വരാൻ കുറെ കാലാവല്ലോ എന്ന് പറഞ്ഞ് ഉടനടി അദ്ദേഹം വിടാത്തപ്പോ, ദ്വാരകാധീശന് ആരുമില്ല എന്ന് എനിക്ക് പറയാൻ പറ്റില്ല, ഞാൻ തരാന്ന് പറഞ്ഞ് പൈസ തരൂന്ന് പറയും. അങ്ങനെ പൈസ മേടിച്ച് പ്രോമിസറി നോട്ട് എഴുതി കൊടുക്കും. എഴുതി കൊടുക്കുമ്പോൾ എന്താ കൊടുക്കുക, ആരെടുത്താ കൊടുക്കുക? ഒരു ധനികനെയും പരിചയമില്ല അദ്ദേഹത്തിന്. അദ്ദേഹം എന്താണ് ചെയ്യുന്നത്? ശ്യാമൾ ഷാ എന്നാണ് എഴുതി കൊടുക്കുന്നത് അത്രേ. ശ്യാമൾ ഷായോട് ചോദിച്ചാൽ മതി എന്ന്. അപ്പൊ ശ്യാമൾ ഷാ എന്നുള്ള ആളുണ്ട് അവിടെ, ധനികനാണ്, അദ്ദേഹത്തോട് ചോദിച്ചാൽ മതി പറഞ്ഞ് മനസ്സിൽ തോന്നിയ ഒരു പേര് എഴുതിയിട്ട് കൊടുക്കും നരസിംഹേട്ട. അങ്ങനെ പിറ്റേ ദിവസം മുതൽ ഭണ്ഡാരയുടെ ഗംഭീരമായിട്ടുള്ള ക്ഷണമൊക്കെ തുടങ്ങും. അതിഗംഭീരമായിട്ട് ഈ പൈസ ഉപയോഗിച്ച് അദ്ദേഹം ഭണ്ഡാര കഴിച്ച് സാധുക്കൾക്കും സന്തുക്കൾക്കും ഒക്കെ ഭക്ഷണം കൊടുക്കും. വരുമ്പോ നോക്കാം ഇവരെന്ന് കരുതിയിട്ട്. ഇവർ കുറെ കാലം കഴിഞ്ഞല്ലേ വരുള്ളൂ. ഇവരവിടെ ചെല്ലും. 3-4 ദിവസം കഴിഞ്ഞപ്പോൾ ഇവർക്ക് പൈസയുടെ ആവശ്യം വരും. അപ്പൊ ശ്യാമൾ ഷാ ഏതാ, ശ്യാമൾ ഷാ ഏതാന്ന് ചോദിച്ച് എല്ലാ വ്യാപാരികളുടെ അടുത്തും ദ്വാരകയിൽ ചെന്ന് ചോദിക്കും. ആരെയും കാണില്ല. ഒടുക്കം തോന്നും ഇവരെന്നെ പറ്റിച്ചു എന്ന് കരുതിയിട്ട്. അപ്പൊ ഒരാൾ പറഞ്ഞു, അയാൾ പറ്റിച്ചില്ലോ, അയാൾ പറഞ്ഞതല്ലേ ഞാൻ ദരിദ്രനാണ്, എൻ്റെ അടുത്ത് ഒന്നുമില്ലാന്ന്, നിങ്ങൾ തന്നെയല്ലേ അയാളെ പിന്നാലെ നടന്നെന്ന് ചോദിക്കും. അങ്ങനെ സമുദ്രതീരത്തിരുന്നിട്ട് ഇവര് വളരെ കരഞ്ഞ് കണ്ണീരൊഴുക്കിയിട്ട് ഒടുക്കം ചീത്ത പറയുകയാണ് ഉറക്കെ, എന്തൊരു മനുഷ്യനാണ്, ഇങ്ങനെ ഞങ്ങളെ പറ്റിച്ചല്ലോ. 700 ഉറുപ്പ്യ എന്നാണ് പറയണത് അന്ധകാലത്തെ. 1400-ലെ 700 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വിലയുള്ളതാണെന്ന് ആലോചിച്ച് നോക്കൂ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആരാ ഇവിടെ വന്നിരിക്കുന്നത് പുറത്തുനിന്ന്? പ്രോമിസറി നോട്ട് ആരാണ്, നരസിംഹേട്ട ആർക്കാ തന്നിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഒരു ശ്യാമൾ ഷാ വരികയാണ്. ശ്യാമൾ ഷാ എന്ന് പറഞ്ഞാൽ ഒരു ചെവിയിലൊരു പെന്നൊക്കെ വെച്ച്, ഒരു പുസ്തകം കൈ പിടിച്ച്, ഒരു മുനിയുമായിട്ട്, ഒരു സേട്ടായിട്ട് പ്രത്യക്ഷപ്പെടുകയാണ്. അയ്യോ, ഈ ഞങ്ങളുടെയാണ്, ഞങ്ങളുടെ പൈസയാണ് കൊടുത്തിരിക്കുന്നത്, അതാ പൈസ പിടിച്ചോളൂ എന്ന് പറഞ്ഞ് പൈസ വേണ്ടതൊക്കെ എണ്ണിപ്പെട്ടി ചിട്ടപ്പെടുത്തി കൊടുക്കും. എന്നിട്ട് പറയും, ഈ ഒരു കത്ത് ഞാൻ എഴുതി തരാം, ഈ കത്ത് നിങ്ങളെ പോകുന്ന വഴിക്ക് നരസിംഹേട്ടയ്ക്ക് കൊടുക്കണം എന്ന് പറയും. അങ്ങനെ കത്തൊക്കെ എഴുതി കൊടുക്കും. ഇവര് കുറച്ചു കാലമൊക്കെ ഭജിക്ക് അവിടെ താമസിക്കും. അധിക കാലമൊന്നും നിൽക്കില്ല. പെട്ടെന്ന് തന്നെ അവര് തിരിച്ചു പോകും. തിരിച്ചു പോകുമ്പോൾ ഇവര് ഗ്രാമവാസികൾക്ക് രസം വരും. പൈസ മുഴുവന് നരസിംഹേട്ട ദാനം ചെയ്തു, ബാക്കിയുള്ളത് മുഴുവൻ ഭണ്ഡാര ചെയ്തു.
ഇനിയിപ്പോ എന്ത് ചെയ്യും? ഇപ്പോ ഇയാൾക്ക് നല്ലത് കിട്ടും എന്ന് ഗ്രാമവാസികളൊക്കെ കരുതി നോക്കി നിൽക്കും. നരസിംഹേത്ത പാവം പേടിച്ചിട്ട് കുട്ടിയുടെ ഉള്ളില് ഉള്ളൊരു മരത്തിന്റെ അടിയിൽ പോയിരിക്കും, ഒളിച്ചിരിക്കും ഒരു സാധനത്തിന്റെ. അപ്പൊ ഇവര് എന്നിട്ട് വാതിൽ തട്ടും, വാതിലടയ്ക്കും. വാതിൽ കൊട്ടി ഉറക്ക വിളിക്കുമ്പോൾ പറയും, എനിക്ക് തെറ്റുപറ്റിപ്പോയി, ക്ഷമിക്കണം എന്ന് പറയും. നീ പുറത്തു വാ എന്ന് സന്ധുക്കൾ വളരെ ദയോടുകൂടി വിളിക്കുകയാണ്. അപ്പൊ അദ്ദേഹം പുറത്തു വരും, എന്നിട്ട് പറയാണ് കൈ കൂപ്പിയിട്ട്, എന്നോട് ക്ഷമിക്കണം, എനിക്ക് തെറ്റുപറ്റി. അതൊന്നുമല്ല, ഇത്ര വിനയാണെന്ന് കരുതുക അവർക്ക്. ഇത്രയും ധനികനായിട്ട് പോലും ഇത്ര വിനയം. ഈ എഴുത്ത് നിനക്ക് ശ്യാമൾ ഷാ തന്നതാണ്, ഇത് വായിച്ചു നോക്കുക എന്ന് പറയും. ആ എഴുത്ത് വായിക്കാൻ പറയുമ്പോൾ അതിനകത്ത് എന്താണ് എഴുതിയിരിക്കുന്നത്? ആ പേര് ശ്യാമൾ ഷാ എന്നാണ്. സന്തൻ കി ബഹാനെ മോഹെ സേവാക്കെ അവസർ ദിയ. ഇത് ഒരു ഗുജറാത്തി കലർന്നാണ് ഇതിനെ ഹിന്ദിയിൽ ട്രാൻസ്ലേറ്റ് ചെയ്താണ്. സന്തിന്റെ ബഹാനയിലെ സന്തിനെ കാരണം കാണിച്ചിട്ട് എനിക്ക് നീ സേവ തരാനുള്ള അവസരം തന്നു. സന്തനിക്ക് കാം ഹോത്തോ ദുബാര ലിഖ്ന. എപ്പോഴെങ്കിലും ഏതെങ്കിലും ആളുടെ കാര്യം, സന്ത് സന്യാസിയുടെ ഭക്തന്റെ കാര്യം ഉണ്ടെങ്കിൽ എനിക്ക് എഴുതണം നീയെ, എന്നെ ഓർക്കണം നീയെ. ഏ ദുഖാൻ ആപ്കാ ഹേ. ദുനിയാ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഹരിയുടെ ഈ കട മുഴുവൻ നിന്റെയാണ് നരസിംഹേത്ത എന്നത്ര എഴുതി കൊടുത്തത്. അത് കേട്ട ഉടനെ അദ്ദേഹത്തിന്റെ കണ്ണിൽ നിന്നും നമുക്കെന്നെ രോമാഞ്ചം വരും. നരസിംഹേത്ത അത് വായിച്ചപ്പോ അദ്ദേഹത്തിന്റെ കണ്ണിൽ നിന്നും അങ്ങനെ കുടുകൂടാ ദർശനം തന്നിട്ടേ ഇല്ല ഒരിക്കലും ഭഗവാൻ അദ്ദേഹത്തിന്. ഉറക്ക ഒരു കൃതി രചിച്ചിട്ടുണ്ട്, ഹുണ്ടി നിധി എന്നാണ് ആ കൃതിയുടെ പേര് നരസിംഹേത്തയുടെ. ദർശന ദോ ഘനശ്യാം നാഥ് മോരി. ഭയങ്കര ഒരു ടച്ചിങ് ആയിട്ടുള്ള സോങ് ആണ്. ദർശന ദോ ഘനശ്യാം നാഥ് മോരി യേ അഖിയാ പ്യാസി ഹേ. ഇതും ഹിന്ദിയിൽ ട്രാൻസ്ലേറ്റ് ചെയ്താണ്, ഇത് ഗുജറാത്തി കവിതയാണ്. ദർശന ദോ ഘനശ്യാം നാഥ് മോരി യേ അഖിയാ പ്യാസി ഹേ ദർശന ദോ. ഉറക്ക സന്ധ്യക്ക് ഇരുന്നിട്ട് ജപിക്കുകയാണ് അദ്ദേഹം, പാടുകയാണ് അങ്ങനെ ആ കവിത രചിച്ചിട്ട്. അപ്പോ ശ്യാമൾ അവിടെ വരികയാണ്. ശ്യാമൾ ഷാ വന്ന് നരസിംഹേത്തയ്ക്ക് പ്രത്യക്ഷമായിട്ട് ദർശനം കൊടുക്കുകയാണ്. അപ്പൊ ഇവിടെ പറയാൻ ഉദ്ദേശിച്ചത് ഈ ആസ്തികത എന്ന് പറയും നമ്മള്. ആസ്തികതയും ഭക്തിയും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ദൈവമുണ്ട് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ സകല പ്രപഞ്ചത്തിലും നിറഞ്ഞു നിൽക്കുന്നു എന്ന് പറയും നമ്മള്. ആസ്തികരാണ് നമ്മളൊക്കെ, നാസ്തികരല്ല. പക്ഷെ ഭക്തിഭാവം എന്ന് പറഞ്ഞാൽ അർപ്പണ മനോഭാവമാണ്. ഒരു രൂപത്തെയോ ഒരു ഭാവത്തെയോ ധ്യാനിച്ചിട്ട് അതിനകത്ത് അർപ്പിക്കുകയാണ് നമ്മളെ തന്നെ. ശബരിയാണെങ്കിലും വേണ്ടില്ല, അതാരാണെങ്കിലും അങ്ങനെയാണ്. മീര ആണെങ്കിലും, മീരാക്കെ പ്രഭു ഗിരിധർ നാഗർ എന്നാ പറഞ്ഞിരുന്നത്. ഗിരിധർ നാഗർ എന്ന് പറഞ്ഞിട്ട് ആരും വിളിച്ചിട്ടില്ല കൃഷ്ണനെ. അതേസമയത്ത് നരസിംഹോ ശ്യാമൾ ഷാ എന്നാണ് വിളിച്ചത്. അപ്പോ ഇവർക്കൊക്കെ പ്രത്യക്ഷ ദർശനം കിട്ടാൻ കാരണം ഭക്തിയാണ്, ഭാവുകതയല്ല. അപ്പോ അതിന് പറയുന്നത്, ഇപ്പൊ നമ്മൾ ഗോതമ്പ് പൊടി വീട്ടിലുണ്ട്, വിശപ്പ് മാറുമോ? ഗോതമ്പ് പൊടി ഉണ്ടെങ്കിൽ അതുകൊണ്ട് ചപ്പാത്തി ഉണ്ടാക്കണം, എന്നിട്ട് കഴിക്കണം, എന്നാലേ വിശപ്പ് മാറുള്ളൂ. അപ്പൊ വയറിന് വിശപ്പ് മാറണമെങ്കിൽ ഗോതമ്പ് പൊടി പോരാ, അത് തിന്നാൻ പറ്റില്ല, ചപ്പാത്തിയാക്കി മാറ്റണം അതിനെ. ഗോതമ്പ് പൊടി ഉണ്ടെങ്കിൽ ചപ്പാത്തി ഉണ്ടാക്കാം എന്ന് ദൈവ വിശ്വത്തിന് മുഴുവൻ അറിഞ്ഞിരിക്കുന്നു, എല്ലായിടത്തും ഉണ്ട്. സ്വന്തം അന്ധകരണത്തില് ഞാനും ദൈവവും ഒന്നാണ് എന്നുള്ള വിശ്വാസം വരുമ്പോഴാണ് ഭക്തി എന്ന് പറയുന്നത്. അപ്പോ ആസ്തികതയും ഭക്തിയും വേറെയാണ്. അതുകൊണ്ട് ഭഗവാൻ ഈ രൂപം ഇങ്ങനെ ഓരോ ദേവത ചിത്തന ധരയി, വേറെ ഒന്നും അന്വേഷിച്ചു പോണ്ട, ഹനുമത് സേയി സർവ സുഖ കരയി. ഹനുമാനെ തന്നെ ഭജിച്ചോളൂ, അദ്ദേഹം എല്ലായിടത്തും നിങ്ങളെ കൊണ്ടെത്തിക്കും എന്ന ഉറപ്പ് പറയാണ്. കാരണം പ്രത്യക്ഷമായിട്ട് ഈ കലിയുഗത്ത് തന്നെ ജീവിച്ച് ശ്രീരാമചന്ദ്ര ഭഗവാന്റെ പാദ ദർശനം കാണിച്ചു കൊടുത്തതാണ് ആര്? ഹനുമാൻ സ്വാമി. ആർക്ക്? തുളസിദാസിന്. അദ്ദേഹത്തിന്റെ കയ്യൊപ്പോട് കൂടിയാണ് അദ്ദേഹം ഇത് പറയുന്നത് ഹനുമാൻ ചാലിസയില്. ഓർ ദേവത ചിത്തുനധരയി ഹനുമത്ത് സേയി സർവ സുഖ കരയി. ഹനുമത്ത് നിങ്ങളുടെ എല്ലാ സുഖങ്ങളും നിങ്ങൾക്ക് സർവ സുഖ കരയി. ഹനുമാൻജിയെ നിങ്ങൾ ഭജിക്കൂ, എല്ലാ സുഖങ്ങളും അദ്ദേഹം നിങ്ങൾക്ക് തരും എന്നുള്ളതാണ്. ഇനിയോ ഇപ്പൊ എന്തൊക്കെയായി? ജീവൻ മുക്തി ആദ്യം പറഞ്ഞു, അത് കഴിഞ്ഞാൽ ക്രമമുക്തിയെ പറ്റി പറഞ്ഞു. ഇനി ഇതൊന്നും അല്ലാണ്ട് നിങ്ങൾ ഒറ്റ ഭഗവാനെ ഭജിച്ചാൽ മതി, ഇതൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ കുറെ പേരെടുത്ത് ഓടിപ്പോണ്ട, എല്ലാ സുഖങ്ങളും നിങ്ങൾക്ക് തരും. 36-ാമത്തെ ശ്ലോകത്തില് സങ്കട്ട് കട്ടേ മിട്ടേ സബ് പീഡ ജോ സുമിരേ ഹനുമത് ബലവീര. വീണ്ടും അത് തന്നെയാണ് പറയുന്നത്. സങ്കട്ട് കട്ടേ മിട്ടേ സബ് പീഡ ജോ സുമിരേ ഹനുമത് ബലവീര. संकट कटे मिटे सब पीड़ा
ജോ സുമിരേ ഹനുമത് ബലബീര. എല്ലാ സങ്കടങ്ങളും മിട്ട് ജായക എന്ന് പറഞ്ഞാൽ ഇല്ലാതാവും. സങ്കട് കട്ട് ജായക എന്ന് പറഞ്ഞാൽ അത് നശിച്ചു പോകും. അതുപോലെ തന്നെ എല്ലാ പീഡകളും മിട്ട് ജായക. നമ്മളിത് നേരത്തെ കണ്ടതാണ്. സങ്കടത്തെ ഹനുമാൻ ചുടാവേ മൻ കർമ്മ ഭജന ധ്യാന ജോ ലാവേ. ഡീറ്റെയിൽ ആയിട്ട് കണ്ടതാണ്. അതുകൊണ്ട് വീണ്ടും ഡീറ്റെയിൽ ആക്കേണ്ട ആവശ്യമില്ല. സങ്കടങ്ങൾ മുറിച്ചു മാറ്റും, പീഡകളെ അകറ്റിത്തരും. ജോ സുമിരേ, സുമിരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മരൺ എന്നാണ്. അപ്പോ ജോ സുമിരോ എന്ന് പറഞ്ഞാണോ, ആരാണോ സ്മരിക്കുന്നത്, ഹനുമത്ത് ബലവീര, അതുലിത ബലധാമമാണ് അദ്ദേഹം, സർവഗുണങ്ങളുടെ നിധാനമാണ് അദ്ദേഹം. അദ്ദേഹത്തെ ആരാണോ ആ ബജരംഗ് ബലിയെ സ്മരിക്കുന്നത്, ഹനുമത്ത് ബലബീര, അവരുടെ എല്ലാ സങ്കടങ്ങളും മാറും. വീണ്ടും വീണ്ടും ഇദ്ദേഹം പറയാണ് നമ്മളോട്. അപ്പോ ഇവിടെ എന്താണ് വീണ്ടും പറയാൻ കാരണം? സുഖവും ദുഃഖവും. ഇപ്പൊ ദുഃഖമൊക്കെ വരും, സുഖം എല്ലാം വരുന്നു പറഞ്ഞു. സുഖം വന്നാൽ നേരത്തെയും കണ്ടു, പിറകിൽ ദുഃഖം ഉണ്ടായിരിക്കും. അപ്പോ ധനികന് എല്ലാ സാധനങ്ങളും ഉണ്ട്, പക്ഷേ എന്നില്ല, ഒരു നേരം പോലെ ഭക്ഷണം പോലും കഴിക്കാൻ പറ്റില്ല. മിഠായി കൊണ്ടുവന്ന ഡയബറ്റീസ് ആണെന്ന് പറയും. ഒരു റൊട്ടിയും ഒരു ലേശം ദാലിന്റെ വെള്ളമൊക്കെയാണ് കഴിക്കാൻ പറ്റുള്ളൂ. അതേസമയത്ത് ദരിദ്രനോ, അവർക്ക് യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല, പക്ഷെ ഭക്ഷണം കഴിക്കാൻ ഇല്ല, അല്ലെങ്കിൽ ഒരു സുഖങ്ങളും ഇല്ല അവർക്ക്. അപ്പോ എവിടെയാണോ സുഖം അവിടെ ദുഃഖം വരും. അതാണ് ഒന്ന്. എവിടെയാണോ ഈ സുഖമില്ലാത്തത് അവിടേക്ക് ദുഃഖം പോവില്ല. അതാണ് ദരിദ്രന്റെ അടുത്ത് ദരിദ്രനായിരിക്കും, ദുഃഖങ്ങളൊന്നുമില്ല, ഒരു ബിന്ദാസായി നടക്കുന്നത് നമ്മൾ എപ്പോഴും കാണാറുണ്ട്. ഇനി വേറൊരു കൂട്ടരാണ് എല്ലാം ത്യജിച്ച്, സുഖമുണ്ട് എല്ലാം ത്യജിച്ച് അവർ പരിവ്രാജരായ സന്യാസികളായി മാറും. തുളസിദാസിനെ പോലെയും ഇന്നിപ്പോ പലരും ഉണ്ട്, ഇന്നത്തെ കാലത്തും കർമ്മയോഗിയായിട്ടുള്ള ആളുകളെ നമുക്ക് കാണാം. അപ്പോ ഇങ്ങനെയുള്ള ആളുകളുണ്ട്. അപ്പൊ അവരുടെ അടുത്ത് ഒരിക്കലും ദുഃഖം ചെല്ലില്ല. സുഖലേലോ എന്ന് പറഞ്ഞിട്ട് കൂടെ പൂത്തര എപ്പോഴും. അപ്പോ ഇങ്ങനെയുള്ള എല്ലാ സങ്കട കട്ടേ മിട്ടേ സബീഡ ജോ സുമിരോ ഹനുമത് ബില. അപ്പൊ ഹനുമാൻജിയുടെ കൃപയുണ്ടെങ്കിൽ, എല്ലാം കൊണ്ടും ഭാഗ്യം കൊണ്ട് സിദ്ധിക്കുന്ന കൃപയല്ല അദ്ദേഹത്തിന്റെ. അത് നമ്മൾ നേരത്തെ കണ്ടു. നമ്മളുടെ ഭക്തി കൊണ്ട് സിദ്ധിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോ ഹനുമാനെ ഭജിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന സുഖങ്ങളില് ഒരിക്കലും ദുഃഖം കലരില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് സങ്കടം മിട്ടേ കട്ടേ മിട്ടേ സബ്ബീഡ ജോസിമരോ ഹനുമത്ത് ബല. ഹനുമാനെ സ്മരിച്ചു കഴിഞ്ഞാൽ, ഹനുമാനെ ഭജിച്ചു കഴിഞ്ഞാൽ, സദാഭജനം ചെയ്താൽ നിങ്ങളുടെ സുഖങ്ങൾ വരും. നേരത്തെ ശ്ലോകത്തിൽ പറഞ്ഞു എല്ലാ സുഖവും കിട്ടുന്ന സുഖദായി. ആ സുഖത്തിന്റെ കൂടെ ഒരു ദുഃഖവും വരില്ല, നമ്മളെ കൈപിടിച്ച് നടത്തും ഹനുമൽ സ്വാമി എന്നാണ് പറയുന്നത്. നമുക്ക് 37ാമത്തെ ശ്ലോകത്തിലോട്ട് പോകാം. ജയ് 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 ഹനുമാൻ ഗുസായി കൃപാക്കരോ ഗുരുദേവ് കിനായി. ജയ് 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 ഹനുമാൻ ഗുസായി കൃപാക്കരോ ഗുരുദേവ് കിനായി. ഇവിടെ ഗുസായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാമി എന്നാണ് അർത്ഥം. ശരി, സ്വയം മനസ്സിനെ ജയിച്ച ആളാണ് സ്വാമി. അപ്പോ ഇവിടെ ജയ് 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 ഹനുമാൻ ഗുസായി എല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇനി എന്താണ് പറയുന്നത് തുളസിദാസ്? ജയ് 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 ഹനുമാൻ ഗുസായി, ഹനുമൽ സ്വാമി ജയിക്കട്ടെ ജയിക്കട്ടെ ജയിക്കട്ടെ. കൃപാകരോ കൃപാകരോ ഗുരുദേവ് കി നായി. കൃപാകരോ, എന്നിൽ കൃപ ചെയ്യൂ. ഗുരുദേവ് കി നായി, ഞാൻ ഗുരുദേവന്റെ അങ്ങയുടെ ശിഷ്യനാണ്, പ്രിയപ്പെട്ട ശിഷ്യനാണ്. അപ്പോ ഹനുമൽ സ്വാമിയെ ആദ്യത്തെ ശ്ലോകം ഓർത്ത് നോക്കൂ. ശ്രീ ഗുരുചരണ സരോജ രജ എന്നാണ് പറയുന്നത്. അപ്പോ പലരും വ്യാഖ്യാനം ശരിയായ രീതിയിൽ രാമചരിത മാനസം പഠിക്കാത്തവർ പലരും വ്യാഖ്യാനം ചെയ്യും ഹനുമൽ സ്വാമിയല്ല ശങ്കർ ഭഗവാനെയാണ് അവിടെ ഗുരു എന്ന രീതിയിൽ കൽപ്പിക്കുന്നതെന്ന്. പക്ഷേ നമ്മൾ ആദ്യമേ പറഞ്ഞു അത് ഹനുമൽ സ്വാമി തന്നെയാണ് ഗുരു. ഇവിടെ ഭഗവാനും ഭക്തനും ഗുരുവാണ് അദ്ദേഹം. അപ്പോ ആരാണ് ഗുരു? ദൈവത്തിനെ കാണിച്ചു കൊടുത്ത ഗുരുവാണത്. അപ്പൊ ജയ് 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 ഹനുമാൻ ഗുസായി, ഹനുമൽ സ്വാമി അങ്ങേക്ക് ജയം ഭവിക്കട്ടെ, ജയം ഭവിക്കട്ടെ. കൃപാക്കരോ, അസീമമായ കൃപ ചൊരിയൂ. ഈ അങ്ങന്റെ ഗുരുവാണ് ഈ ശിഷ്യനില്. ഗുരുദേവ് കി നായി, നായി എന്ന് പറഞ്ഞ ശിഷ്യൻ, അങ്ങയുടെ ചേല, അങ്ങയുടെ ശിഷ്യനില് അസീമമായ കൃപ ചൊരിയൂ എന്നാണ് പറയുന്നത്, ഈ പ്രിയ ശിഷ്യനില്. അപ്പോ 3 പ്രാവശ്യം ജയ വിളിക്കുന്നത് എന്തിനാ? 3 ലോകത്തിലും ഹനുമാനുണ്ട്. 3 സ്ഥലത്ത് നമ്മൾ ജയ വിളിച്ചു, നമ്മൾ കണ്ടതാണത്. അത് കഴിഞ്ഞാൽ ഗുരുവാണ് ഇവിടെ. ഗുരുവിന് 3 ഭാവങ്ങളുണ്ട്. ഗുരുർ ബ്രഹ്മ, ഗുരുർ വിഷ്ണു, ഗുരുർദേവോ മഹേശ്വര. ഗുരു ബ്രഹ്മാവാണ്, ഗുരു വിഷ്ണുവാണ്, ഗുരു
മഹാദേവനാണ്. ബ്രഹ്മാവിന്റെ രൂപത്തിൽ ഹനുമൽ സ്വാമി വന്ന് മനസ്സിൽ ഭഗവാന്റെ സ്വരൂപത്തെ അറിയാനുള്ള ആ ആകാംക്ഷ ജനിപ്പിക്കും. ആ അന്വേഷണ ബുദ്ധി ബ്രഹ്മാവിന്റെ രൂപത്തിൽ ഗുരുവായി നമ്മൾ വന്ന് ജനിപ്പിക്കും. അതുപോലെ വിഷ്ണുരൂപിയായിട്ട് ഹനുമൽ സ്വാമി അല്ലെങ്കിൽ നമ്മുടെ ഗുരു വന്ന് ആ ഇച്ഛയെ പരിപാലനം ചെയ്ത് വളർത്തിയെടുത്ത് ഭഗവത് പാദത്തോടത്ത് ഭഗവത് സ്മരണയിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കും. വിഷ്ണുവായിട്ട് ഗുരു വന്നിട്ട് സദാ ഭഗവത് സ്മരണയിൽ എത്തിക്കാൻ നമ്മളെ അതിനെ വളർത്തി എടുത്ത് കൊണ്ടുവരും ആ ഗുരു. പിന്നെയോ രുദ്രനായി വന്ന് ഗുരുർ ബ്രഹ്മ, ഗുരുർ വിഷ്ണുർ, ഗുരുർ ദേവോ മഹേശ്വര, മഹേശ്വരനായി ഗുരു വന്ന് നമ്മളുടെ വികാരങ്ങളെ എല്ലാം നശിപ്പിച്ച് നമ്മളെ സദ് പദത്തിലേക്ക് നയിക്കും. അപ്പോ ഈ 3 രൂപത്തിലാണ് ഗുരു. ഇത് തന്നെയാണ് മാതാപിതാ ഗുരുദ്വയം എന്ന് പറയുന്നത്. ഒരുപക്ഷെ മാതാവും പിതാവും ഒരുമിച്ചാണ് അവിടെ. അത് കഴിഞ്ഞാൽ ഗുരുവും ദൈവവും. അപ്പൊ മാതാവും പിതാവും ഒരുമിച്ച്, മാതാവ് ജന്മം കൊടുത്ത അച്ഛന്റെ സഹായത്തോടു കൂടി ഗുരുവിന്റെ അടുത്ത് എത്തിക്കും. നല്ലൊരു ഗുരുവിന്റെ അടുത്ത് എപ്പോഴും എത്തിക്കും. പണ്ട് കാലത്ത് ആ ഗുരുവിന്റെ അടുത്ത് നിന്ന് എല്ലാം പഠിച്ചോളാൻ പറയും. ചരണത്തില് പാതാരവിന്ദങ്ങളിൽ ഇരുന്നിട്ട് അവിടുന്ന് ഗുരു എവിടെയെത്തിക്കും? ദൈവത്തിലെത്തിക്കും. അപ്പൊ ഇത് തന്നെയാണ് ഈ ഗുരുവിന്റെ കാര്യം. ഇവിടെയും ഹനുമൽ ഗുരു നമ്മളെ ഈ 3 ഭഗവാന്മാരെയും ഒരുമിച്ച് കാണിച്ചു തന്ന് നമ്മളുടെ എല്ലാ കാര്യങ്ങളും നടത്തി തരും. ജയ് 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 ഹനുമാൻ ഗുസായി, കൃപാകരു ഗുരുദേവകിനായി. 3 രൂപത്തിലും വന്ന് സത്കൃപ ചൊരിയുന്ന ഈ ഹനുമാനെ ഭജിക്കൂ, ഹനുമാൻ ചാലീസ വായിക്കൂ എന്നാണ് വീണ്ടും ഇവിടെ ഗോസ്വാമി തുളസിദാസ് നമുക്ക് പറഞ്ഞു തരുന്നത്. 38ാമത്തെ ശ്ലോകത്തിലോട്ട് പോകാം. ജോ സത് ബാർ പാട് കർ കോയി, ചൂട്ടഹി ബന്ദി മഹാസുഖ ഹോയി. ജോ സത് ബാർ, സതം എന്ന് പറഞ്ഞാൽ ശത് ബാർ എന്ന് പറഞ്ഞാൽ ശതം, 100 പ്രാവശ്യം എന്ന് വെച്ചാൽ 108 പ്രാവശ്യം. നമ്മൾ 100ആയിട്ടൊന്നും ജപിക്കാറില്ല, 108 ചെയ്യാറുള്ളൂ. അപ്പൊ ജോ സത് ബാർ പാട് കർ കോയി, ഛൂട്ട് ഹി ബന്ദി മഹാസുഖ ഹോയി. ഇത് 108 പ്രാവശ്യം ഭജിച്ചു കഴിഞ്ഞാൽ കോയി, ആരെങ്കിലും ആരാണെങ്കിലും, ഛൂട്ട് ഹി ബന്ദി, എല്ലാവിധ കർമ്മബന്ധങ്ങളിൽ നിന്നും അവർക്ക് മുക്തി കിട്ടും എന്നുള്ളത് ഉറപ്പാണ്. ആൻഡ് മഹാസുഖ്, ചെറിയ സുഖമല്ല, ആ പരമാനന്ദത്തിലോട്ട്, ആനന്ദലബ്ധിയിലോട്ട് നമുക്ക് പോകാൻ പറ്റും എന്നാണ് പറയുന്നത്. ഇത് പഠിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇത് വായിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. പല ഷോർട്ട് കട്ടും നമ്മൾ കാണിച്ചു തന്നിട്ടുണ്ട് ഹനുമാൻ ചാലീസയിൽ. ഹനുമാൻ ചാലീസ തന്നെ ഒരു ഷോർട്ട് കട്ടാണ് അല്ലേ? ആ ഹനുമാൻ ചാലീസയിലെ വീണ്ടും ഒരു ഷോർട്ട് കട്ടാണ്. ജയ് 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 ഹനുമാൻ ഗുസായി, കൃപാകരു ഗുരുദേവകിനായി എന്ന് പറഞ്ഞ ഉടനെയാണ് ജോ സത്ത് പാറ് പാട് കർ കോയി എന്ന് പറയുന്നത്. അപ്പോ ഹനുമാൻ ചാലീസ ഒരു പ്രാവശ്യമേ വായിക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ നടക്കുമ്പോൾ, എവിടേക്കെങ്കിലും ഡ്രൈവ് ചെയ്യാൻ പോകുമ്പോൾ, ഒന്നും നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ ഈ 108 പ്രാവശ്യം ജയ് 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 ഹനുമാൻ ഗുസായി, കൃപാകരു ഗുരുദേവകിനായി, ജയ് 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 ഹനുമാൻ ഗുസായി, കൃപാകരു ഗുരുദേവകിനായി, ഇത് മാത്രം 108 പ്രാവശ്യം ജപിച്ചാൽ മതി. സമയം കിട്ടുമ്പോൾ 1, 2, 3 പ്രാവശ്യം ജപിച്ചോളൂ ഈ ഹനുമാൻ ചാലീസ മുഴുവൻ. പക്ഷേ ഇത് മാത്രം ഒന്നും പറ്റിയില്ലെങ്കിൽ ഈ 37ാമത്തെ ശ്ലോകം വീണ്ടും 108 പ്രാവശ്യം ചൊല്ലൂ. നിങ്ങളുടെ എല്ലാ സങ്കടങ്ങളും മാറ്റിയിട്ട് മഹാസുഖം തരും എന്നാണ്. ഇത് വളരെ കൃത്യമാണെന്നുള്ളത് അടുത്ത ശ്ലോകത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ക്യൂക്കി 39ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് എന്താണ്? ജോ യഹ് പഠേ ഹനുമാൻ ചാലീസ, ഹോയി സിദ്ധി സാഖി ഗൗരീശ. ഇത് നമ്മൾ ആദ്യം എടുത്ത ശ്ലോകമാണ്. 1ാമത്തെ ശ്ലോകം ചൊല്ലുന്നതിന് മുന്നേ നമ്മൾ പഠിപ്പിച്ചതാണ്. 38ാമത്തെ ശ്ലോകമായിരുന്നു. ജോ യഹ് പഠേ ഹനുമാൻ ചാലീസ. ഈ ഹനുമാൻ ചാലീസ ആരാണോ പഠിക്കുന്നത്, ഭജിക്കുന്നത്, മനനം ചെയ്യുന്നത്, ഹോയ് സിദ്ധി സാഖി ഗൗരീസ, അവർക്ക് എല്ലാ സിദ്ധികളും ലഭിക്കും. ആരാണതിന് സാക്ഷി? ഗൗരീശനാണ്. വെറും ശങ്കർ ഭഗവാൻ എന്ന് പറഞ്ഞിട്ടില്ല, ഗൗരീശൻ. കാരണം ലക്ഷ്മിയും പാർവതിയൊക്കെ എല്ലാം ഓർത്തു വെക്കും. നമ്മുടെ സ്ത്രീജനങ്ങൾക്കുള്ള ഒരു ഗുണമാണ്. നമ്മൾ മറക്കും, പക്ഷെ അവർ ഓർത്തു വെക്കും എല്ലാ കാര്യങ്ങളും. അത് ചെയ്തോ, ഇത് ചെയ്തോ. അതുപോലെ ഭഗവാൻ മറന്നാലും ഗൗരീശൻ, ഗൗരി മറക്കില്ല. ഈശ്വരനെ, പ്രഭു ശങ്കര ഭഗവാനെ ഓർമ്മിപ്പിച്ച് എല്ലാ സിദ്ധികളും തരും. അദ്ദേഹമാണ് സാക്ഷി എന്ന് പറഞ്ഞ സാക്ഷി. ജോ യഹ് പഠേ, ജോ സത് ബാർ പാട് കർ കോയി, ജോ യഹ് പഠേ ഹനുമാൻ ചാലീസ, ഹോയ് സിദ്ധി സാഖി ഗൗരീസ. സിദ്ധി എന്ന് പറഞ്ഞാൽ ശുഭകാര്യങ്ങളുടെ പൂർത്തീകരണം സിദ്ധിയാണ്.
ഭക്തി കിട്ടിക്കഴിഞ്ഞാൽ, നല്ല ഭക്തിയുള്ള മനസ്സ് കിട്ടിക്കഴിഞ്ഞാൽ, അതിനുവേണ്ടി പ്രാർത്ഥിച്ചത് കിട്ടിയാൽ അത് സിദ്ധിയാണ്. ആത്മജ്ഞാനത്തിന്റെ വെളിച്ചം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് സിദ്ധിയാണ്. രാഗമില്ലാത്ത വൈരാഗ്യം കിട്ടിയാലും ഗംഭീര സിദ്ധിയാണത്. ഇനി ഐശ്വര്യങ്ങൾ വേണേ എന്ന് പ്രാർത്ഥിച്ച് അതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അത് ലൗകിക ജീവിതത്തിലെ സിദ്ധിയാണ്. എന്ത് പ്രാർത്ഥിച്ചാലും ഇത് നിങ്ങൾക്ക് തരും. ഇത്രയും ചെയ്താൽ മതി. ഹനുമാനെ മനസ്സിൽ ധ്യാനിച്ച് പിടിച്ചോളൂ എന്നാണ് പറയുന്നത്. ഇവിടെ ജോ യഹ് പടേ, ഇവിടെ പറഞ്ഞിട്ടില്ല ജോ സത്ബാർ പടേ ഹനുമാൻ ചാലീസ എന്ന് പറഞ്ഞില്ല. എപ്പോഴാണ് പറഞ്ഞ്? 38ാമത്തെ ശ്ലോകം. 37ാമത്തെ ശ്ലോകം കഴിഞ്ഞ ഉടനെ പറഞ്ഞ് ജോ സത്ബാർ പാട് കറുക്കോയി എന്ന്. അപ്പോ ധാരാളം 108 പ്രാവശ്യം വായിക്കാൻ ബുദ്ധിമുട്ടാണ്. നമ്മൾ എന്ത് ചെയ്യണം? ഒരു മാസത്തില് ഒരു പ്രാവശ്യമെങ്കിലും 7 പ്രാവശ്യം 7 തവണ ഹനുമാൻ ചാലീസ, എല്ലാ ശനിയാഴ്ചയും 7 തവണ ഹനുമാൻ ചാലീസ വായിക്കാൻ പറ്റണം. ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യം 108 തവണ ഹനുമാൻ ചാലീസ ചൊല്ലണം. എന്നും ഹനുമാൻ ചാലീസ ഒരു പ്രാവശ്യമെങ്കിലും ചൊല്ലണം. 1. 2, ഒരു ആഴ്ചയിലെ ശനിയാഴ്ചയോ ചൊവ്വാഴ്ചയോ 7 പ്രാവശ്യം ഹനുമാൻ ചാലീസ ചൊല്ലാൻ പറ്റണം ഭക്തിയോടുകൂടി. അതുപോലെ തന്നെ വർഷത്തിൽ ഒരു ദിവസം മാറ്റിവെച്ച് ഹനുമാൻ ജയന്തിരന്നോ 108 തവണ ഹനുമാൻ ചാലീസ ചൊല്ലാൻ പറ്റണം. ഇത് നമ്മൾ എടുക്കണം. അതും അല്ലാത്ത സമയങ്ങളിലൊക്കെ ജയ് 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 ഹനുമാൻ ഗുസായി കൃപാകരു ഗുരുദേവിക്ക് നായി എന്നുള്ളത് 108 പ്രാവശ്യം ചൊല്ലൂ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് സാധന കൊണ്ട് കിട്ടാത്ത, ഭാഗ്യത്തിലില്ലാത്ത എല്ലാ സിദ്ധികളും പരമശിവൻ സാക്ഷിയാക്കിയിട്ട് ഹനുമൽ സ്വാമി നടത്തിത്തരും എന്നാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് ഇത് വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ്. 40ാമത്തെ ശ്ലോകത്തിലായി. ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ടും തുളസീദാസ് തൻ്റെ കാര്യം ഇതുവരെ പറഞ്ഞില്ല. ഇതുവരെ പറഞ്ഞതൊക്കെ നമുക്ക് വേണ്ടിയിട്ടായിരുന്നു. ഇപ്പൊ പറയാണ് അദ്ദേഹം, തുളസീദാസ് സദാ ഹരിചേര കീജേ നാദ് ഹൃദയ മഹഡേര. തുളസീദാസ് സദാ ഹരിചേര കീജേ നാഥ് ഹൃദയ മഹഡേര. തുളസീദാസ് സദാ ഹരിചേര, ചേര എന്ന് പറഞ്ഞ ചേല, ശിഷ്യൻ. തുളസീദാസ് സദാ ഹരിയുടെ ശിഷ്യനാണ്. കീജേ നാഥ്, ഹേ പ്രഭു, ഹേ നാഥ്, കീജേ നാഥ് ഹൃദയ മഹാഡേര, എൻ്റെ ഹൃദയത്തിൽ, ഡേര എന്ന് പറഞ്ഞാൽ എൻ്റെ ഹൃദയത്തിൽ വസിക്കൂ. ഈ വസിക്കൂ, ഡേര എന്നുള്ള അർത്ഥം നമ്മൾ ഒന്നുകൂടി വ്യക്തമായിട്ട് പറയുമ്പോഴേ, ഡേര ഹരിചേര എന്ന് പറഞ്ഞാൽ ഹരിയുടെ ദാസൻ, കീജേ നാഥ് എന്ന് പറഞ്ഞാൽ ചെയ്താലും നാഥ, എൻ്റെ ഹൃദയത്തിൽ, ഹൃദയ മഹാഡേര, എൻ്റെ ഹൃദയത്തിൽ വന്ന് വസിക്കൂ എന്നാണ് പറയുന്നത്. അപ്പോ ഇവിടെ വേറൊരു അർത്ഥം കൂടി ഇതിനുണ്ട്. ആരായിരുന്നു തുളസീദാസിന്റെ ഗുരു? നമുക്കറിയാം, രാംബോല എന്ന് പറഞ്ഞ് വായയിൽ മുഴുവൻ പല്ലോടുകൂടി 12 മാസം ഗർഭാവസ്ഥയിലിരുന്ന് പുറത്തു വന്ന ഈ രാംബോലയ്ക്ക്, രാം 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 എന്ന് പറഞ്ഞത്ര ജനിച്ചു വീണത്, ഇദ്ദേഹം അശുഭമുള്ള കുട്ടിയാണെന്ന് പറഞ്ഞ് മാതാപിതാക്കൾ ഉപേക്ഷിക്കുന്നു. അപ്പോ ഒരു ദാസിയായിട്ടുള്ള സ്ത്രീ കൊണ്ടുപോയി വളർത്തി നരഹരിദാസ് എന്നുള്ള ഒരു വലിയ സന്തിന്റെ അടുത്താണ് എത്തിക്കുന്നത്. നരഹരിദാസാണ് എല്ലാവിധ ശിക്ഷകളും തുളസീദാസിന് കൊടുക്കുന്നത്. അപ്പോ സദാ ഹരിചേര, ഇവിടെ ഹരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈകുണ്ഠത്തിലെ വിഷ്ണു മാത്രമല്ല, നരഹരിദാസിന്റെ കൂടെ ചേരയാണ് ഞാൻ, ശിഷ്യനാണ് ഞാൻ എന്ന് മാത്രമല്ല, ഹരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാനരൻ കൂടിയാണ്. ഒരർത്ഥം ഉണ്ട്. ഹരീഷ് എന്ന് ഉപയോഗിക്കുന്നത്, ഈശ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാമിയാണ്, വാനരന്മാരുടെ ഈശ്വരൻ, സ്വാമി. അപ്പോ ഹരി എന്ന് പറഞ്ഞാൽ കപി എന്നുള്ളൊരർത്ഥം കൂടിയുണ്ട്. അപ്പൊ കവിയുടെ ഈശ്വരൻ, അവിടെ നരഹരിയായിരുന്നു, ഇവിടെ ആരാണ്? ഇവിടെ വാനര ഹരിയാണ് ഗുരു. അപ്പൊ കപീശാണ് എൻ്റെ ഗുരു, വാനരഹരിയായ കപീശനാണ് എൻ്റെ ഗുരു. ആ ഹരിചേരയാണ് ഞാൻ, ആ ഹരിയുടെ, ആ വാനരന്റെ, ആ കപീശന്റെ ശിഷ്യനാണ് ഞാൻ. അതുപോലെ തന്നെ നരഹരിദാസിന്റെ മാത്രമല്ല, ഞാൻ ഹനുമാന എന്ന ഹരിയുടെ കൂടെ ശിഷ്യനാണ്. കീജേ നാഥ് മഹാഡ് ഡേര, ഹൃദയ മഹാഡേര, എൻ്റെ ഹൃദയത്തിൽ വന്ന് വസിക്കൂ. അപ്പൊ സദാ വസിക്കാൻ പറയുന്നില്ല ഇവിടെ. ഡേര എന്ന് പറഞ്ഞാൽ സത്രം പോലെയാണ്, താമസിക്കുക. താമസിച്ചു കഴിഞ്ഞാൽ എന്താണെങ്കിലും പോണം. അപ്പോ തുളസീദാസ് ചോദിക്കുന്നുണ്ട് അത്രേ, ഇത് എഴുതിയപ്പോ ഹനുമാൻ ഉടനടി ചോദിച്ചു അത്രേ, ഞാൻ വരാം, പക്ഷേ എനിക്ക് ഭഗവത് നാമം എവിടെയുള്ളത് ആ പാദങ്ങൾ കാണാൻ ഇടയ്ക്കിടയ്ക്ക് പോകണം. അപ്പൊ സൗകര്യം കിട്ടുമ്പോഴൊക്കെ ഞാൻ വന്നിട്ട് അങ്ങയുടെ ഹൃദയത്തിൽ വസിക്കാം എന്ന്. അപ്പൊ ഉടനടി ഇദ്ദേഹം പറയണം, അത് ശരിയാവില്ല ഭഗവാനെ എന്ന് പറഞ്ഞിട്ട് അവസാനത്തെ മംഗള ശ്ലോകത്തില്
ഒരു ക്ലാരിഫിക്കേഷൻ കൊടുക്കുകയാണ്. എന്താണത്? പവനതനയ സങ്കടഹരണ മംഗളമൂർത്തി രൂപ രാമലഖന സീതാ സഹിത ഹൃദയ ബസഹു സുരഭൂപ്. ഇവിടെ എന്താണ് പറയുന്നത്? പവനതനയ, ഹേ പവനതനയ, ഹേ സങ്കടഹരണ, ഈ പവനതനയനായിട്ടുള്ള ഹേ മംഗളമൂർത്തി രൂപ്, മംഗളത്തിന്റെ മൂർത്തിമത് ഭാവമായിട്ടുള്ള ഹേ പവനതനയ, സങ്കടഹരണനും മംഗളമൂർത്തിയുമായിട്ടുള്ള ഹേ പവനതനയ, രാം ലഖൻ സീതാ സഹിത്, രാമനും ലക്ഷ്മണനും സീതയോടും കൂടി എൻ്റെ ഹൃദയത്തിൽ വസിക്കൂ. ഇനി ഉടയ്ക്കും പോവില്ല. കാരണം പോണ്ടത് എപ്പോഴാണ്? രാമന്റെ പദാരവിന്ദങ്ങളെ സ്പർശിക്കാനാണ് പോണത്. അതിൻ്റെ ആവശ്യമില്ല. അവരെ കൊണ്ടുവരൂ, എന്നിട്ട് എൻ്റെ ഹൃദയത്തില് അവരോട് കൂടി വസിക്കൂ എന്നാണ്. മനസ്സിലായില്ലേ എന്തുകൊണ്ടാണ് വൈകുണ്ഠത്തിൽ എത്തുന്നത് ഹനുമാൻ ചാലീസ എന്ന്? അത്രയും ശ്രദ്ധിച്ച് ഭക്തന്മാരെ ഭഗവാനുമായി അടുപ്പിക്കാൻ തുളസിദാസ്, വാത്മീകി മഹർഷിയുടെ അവതാരമായ തുളസിദാസ് എഴുതിയതാണ്. ഇവിടെ എനിക്ക് ഒരു ദൃഷ്ടാന്തം കൂടിയും പറയണം, അത് പറഞ്ഞ് അവസാനിപ്പിക്കും ഞാൻ. ഈ കൈവർത്തം എന്ന ദേശത്തില് സുഗന്ധ് എന്നൊരു രാജാവ് ഉണ്ടായിരുന്നു. ഇദ്ദേഹം, കൈവർത്തം അയോധ്യയിൽ നിന്ന് അടുത്താണ്. അപ്പോ കൈവർത്ത ദേശത്തിലെ ഇദ്ദേഹം സുമേരു പർവ്വതത്തിലെ ഒരു വലിയ കോൺഗ്രിഗേഷൻ, ഇപ്പൊ നമ്മൾ പറയാറില്ലേ സംഘകാലത്തെയും പിന്നെ വേദകാലത്തെയും കായവരനിലായിരുന്നു എല്ലാ സന്യാസിമാരുടെയും കോൺഗ്രിഗേഷൻ നടന്നിരുന്നത്, സമ്മേളനം നടന്നിരുന്നത്. അതുപോലെ സുമേരു പർവ്വതത്തില് ഭാരതവർഷത്തിലെ എല്ലാ സന്യാസിമാരുടെയും മഹാത്മാക്കളുടെയും ഒരു യോഗം നടക്കുകയാണ്. അപ്പൊ അവരെ വന്ദിക്കാൻ വേണ്ടിയിട്ട് ഈ കൈവർത്ത ദേശത്തിലെ സുഗന്ധൻ എന്ന ഈ രാജാവ് പോവുകയാണ്. ആ പോണ വഴിക്ക് നാരായണൻ 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 എന്ന് പറഞ്ഞ് നാരദൻ വരും അവിടെ. അപ്പോ നാരദൻ വന്ന് എന്ത് ചെയ്യും? എവിടേക്കാ പോണെന്ന് ചോദിക്കും. ഇങ്ങനെ ഇതാ സുമേരുവില്, നല്ലതാണ് നല്ലതാണ് പോയിക്കോളൂ എന്ന് പറയും. പക്ഷെ ഒരു കാര്യം ചെയ്തോളൂ, അവിടെ വിശ്വാമിത്രനുണ്ട്, അദ്ദേഹത്തെ വന്ദിക്കേണ്ടെന്ന് പറയും. ആരോട്? ഈ സുഗന്ധനോട്. അപ്പോ വിശ്വാമിത്രനെ വന്ദിക്കേണ്ടെന്ന് പറയുമ്പോ എന്താ അങ്ങനെ ചെയ്യേണ്ടത്? അദ്ദേഹം വന്ദനീയനാണല്ലോ. അല്ലല്ല, താങ്കളും ക്ഷത്രിയനായ രാജാവല്ലേ, അദ്ദേഹവും ക്ഷത്രിയനായ രാജാവാണ്, ഇപ്പൊ സന്യാസിയായി മാറിയിട്ട് ഇങ്ങനെ ഒരു സന്തായി മാറി എന്ന് പറയുന്നു, അതുകൊണ്ട് നിങ്ങൾ തുല്യരാണ്, അദ്ദേഹത്തെ വന്ദിക്കേണ്ട ഒരു കാര്യമില്ല. അങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്ത് ഇദ്ദേഹത്തെ മാത്രം വന്ദിക്കേണ്ട എന്ന് പറഞ്ഞ് നാരദൻ പോവാണ്. അങ്ങനെ മനസ്സിൽ ഉറപ്പിച്ച് ഇദ്ദേഹം പറഞ്ഞു പോയപ്പോ അവിടെ ചെന്നപ്പോ വിശ്വാമിത്രനെ വന്ദിക്കാൻ തോന്നിയില്ല. ആർക്ക്? സുഗന്ധന്. സുഗന്ധൻ എല്ലാ സന്യാസിമാരെയും കുർമ്മപ്രണാമം ചെയ്ത് അനുഗ്രഹം മേടിച്ചു. വിശ്വാമിത്രൻ ഇത് കണ്ട് ഭയങ്കര ദേഷ്യം വന്നു, ഒന്നും മിണ്ടിയില്ല അദ്ദേഹം. ഇതെല്ലാം കഴിഞ്ഞ് സഭ കഴിഞ്ഞ് അദ്ദേഹം നേരെ പോകുന്നത് എവിടേക്കാണ്? അയോധ്യയിലേക്ക്. അയോധ്യയിലെത്തിയിട്ട് അവിടുന്ന് ഗംഭീരമായിട്ട് ഇദ്ദേഹം ചോദിക്കുകയാണ്, നീയ് രാമൻ എവിടെ രാമൻ എവിടെ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ ലക്ഷ്മണനാണ് കാവലിൽ നിന്നിരുന്ന് സ്വാമി ഉറങ്ങുകയാണ് എന്ന് പറയുമ്പോൾ അതൊന്നും പറ്റില്ല, ഉറക്കം അവിടുന്ന് വിശ്വാമിത്രൻ ഉച്ചത്തില് ശബ്ദിക്കുമ്പോൾ രാമൻ എണീറ്റ്, ശ്രീരാമചന്ദ്ര ഭഗവാൻ എണീറ്റ് വരികയാണ്. എഴുന്നേറ്റ് അടുത്തേക്ക് വരുമ്പോൾ പറയാണ്, ഇവിടെ യാതൊരുവിധ, എന്ത് രാജ്യമാണ് നിങ്ങളുടെ, ഇവിടെ യാതൊരുവിധ സന്യാസിമാരെ അവഹേളിക്കുന്നു, ഇവിടെ എന്നെ മാത്രം വ്യക്തിഗതമായിട്ട് അവഹേളിച്ചതല്ല ഇത് സംസ്കാര ച്യുതിയാണ്, ഇവിടുത്തെ ഒരു രാജാവാണ് ചെയ്തത്, അങ്ങയുടെ പിന്നെ പ്രവിശ്യയിലുള്ള ഒരു രാജാവാണ് ഇത് ചെയ്തത്. അതുകൊണ്ട് ആരാണെങ്കിലും, രാമൻ പറയാണ്, ആരുടെ ശിരസ്സാണോ അങ്ങയുടെ കീഴില് നമിക്കാത്തത്, അങ്ങയുടെ പാദത്തിൽ നമിക്കാത്തത്, ആ ശിരസ് ഞാൻ വെട്ടിമാറ്റുമെന്ന് ശ്രീരാമചന്ദ്ര ഭഗവാൻ അവിടുന്ന് വിശ്വാമിത്രന് ശപഥം ചെയ്ത് വാക്ക് കൊടുക്കുകയാണ്. കണ്ടോളൂ എവിടെ എത്തുന്ന കാര്യമെന്ന്. ഇത് കേട്ട ഉടനെ സുഗന്ധന്റെ അടുത്ത് വാർത്തയെത്തി. സുഗന്ധൻ ആകെ പേടിച്ച് വിറച്ച് നാരദനെ തിരയാൻ വേണ്ടി ഓടി. അപ്പൊ പണ്ട് വേണ്ടാതെ അടുത്ത് വന്നതായിരുന്നു ഇദ്ദേഹം, ഇപ്പൊ വിളിച്ച് ഓടിയിട്ട്. അപ്പൊ കുറേ ഉറക്ക കരയാൻ തുടങ്ങി സുഗന്ധൻ. നാരദനെ വിളിച്ചു. അപ്പൊ നാരദൻ പ്രത്യക്ഷപ്പെട്ടു അവിടെ. എന്താണ്ടായത്? അല്ല, എൻ്റെ കഴുത്തിൽ തലയുണ്ടാവില്ല,
എന്നെ കൊല്ലാൻ പോവാണ്. അപ്പൊ അത് മൃത്യു ഇപ്പൊ എല്ലാവർക്കും ഉള്ളതല്ലേ, അതിനിപ്പോ യാതൊന്നും പേടിക്കണത്, എന്നല്ലെങ്കിൽ നാളെ മരിക്കേണ്ടതാണ് എന്ന് പറയും നാരദര്. അപ്പോ അങ്ങനെയല്ലല്ലോ, എനിക്ക് അങ്ങനെയല്ലേ പറഞ്ഞത് വിശ്വാമിത്രനെ കൈകൂപ്പണ്ടെന്നുള്ളത്. അപ്പൊ ശ്രീരാമചന്ദ്രൻ ഭഗവാന്റെ കയ്യിൽ നിന്നാണോ, മോക്ഷമല്ലേ, പിന്നെ എന്തിനാ പേടിക്കണത്, അതൊന്നും പറഞ്ഞാൽ ശരിയാവില്ല, എനിക്ക് ഇനിയും ജീവിക്കണം, ഇതൊന്നും ശരിയാവില്ല എന്ന് പറഞ്ഞ് വീണ്ടും കാല് പിടിച്ച് കരയും. പറയാം, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഞാനൊരു മാർഗം പറഞ്ഞു തരാം, അത് ചെയ്യുക, എന്റെ പേരാന്ന് പറയരുത്, അവിടെ പോയിട്ട് ഞാനാ പറഞ്ഞാന്ന്. ഈ മലയുടെ മുകളിലേക്ക് പോരൂ എന്ന് പറഞ്ഞിട്ട് ഒരു പർവ്വതത്തിന്റെ മുകളിൽ കൊണ്ടുപോയിട്ട് അഞ്ജനി അവിടെ തപസ്സിരിക്കുന്നുണ്ട് ഒരു ഗുഹയില്. അഞ്ജനി ആരാണ് നമുക്ക് നേരത്തെ അറിയാം, അത്രയും താപസ ശ്രേഷ്ഠയായിട്ട് വാനര ജന്മമാണ്. ആ അഞ്ജനിയുടെ കാതിലൂടെയാണ് വായു ഭഗവാൻ പരമശിവന്റെ ശക്തി അഞ്ജനിയുടെ ഗർഭപാത്രത്തിലിട്ട് ഹനുമാൻ ജനിക്കുന്നത്. അപ്പൊ തപസ്സിരിക്കുന്ന സമയമായിരുന്നു അപ്പോഴും. അപ്പൊ തപസ്സിരിക്കുന്ന അഞ്ജനി ഈ ഗുഹയിൽ ഇരിക്കുകയാണ്. അപ്പൊ അവിടെ ചെന്ന് അഞ്ജനിയോട് പറയൂ, എന്നെ രക്ഷിക്കണം എന്ന്. ഇത്ര മാത്രം പറഞ്ഞിട്ട് അങ്ങനെ ശരണം പ്രാപിക്കു പോയിട്ടെന്ന് പറയാണ്. അപ്പൊ ഗുഹയിൽ ചെന്നിട്ട് ഈ സുഗന്ധൻ അഞ്ജനിയുടെ ചരണങ്ങൾ പിടിച്ച് അങ്ങോട്ട് കരയാണ് ഒരുപാട്. അപ്പൊ അഞ്ജനി പറയുക, ആരാണ്, ഞാൻ ശരണാഗതനായി വന്നാണ്, എനിക്ക് പ്രാണഭയമുണ്ട്, എന്റെ പ്രാണൻ രക്ഷിക്കണം, ഈ വിശ്വാമിത്രൻ എന്റെ പ്രാണൻ ഹരിക്കും എന്ന് പറഞ്ഞിരിക്കുകയാണ്, എന്നെ കൊല്ലും എന്ന് പറഞ്ഞിരിക്കുകയാണ്, പേടിക്കണ്ട, എന്റെ അടുത്ത് താങ്കൾ വന്നിട്ടുണ്ടെങ്കിൽ താങ്കളെ ഞാൻ രക്ഷിച്ചോളാം എന്ന് പറയാണ്, ഗുഹയിൽ ഇരുന്നോളാൻ പറയും. അങ്ങനെ അഞ്ജനി കുറച്ചു നേരം ഇരിക്കും. അപ്പൊ എന്നത്തെയും പോലെ അമ്മയുടെ ദർശനത്തിന് ഹനുമൽ സ്വാമി വരികയാണത്രേ വൈകുന്നേരത്ത്. വരണ സമയത്ത് അഞ്ജനി ഉദാസീനതയോടുകൂടിയാണ് ഇരിക്കുന്നത്. അപ്പൊ എന്താ അമ്മ, എന്താണ് അമ്മയ്ക്ക് പറ്റിയത് എന്ന് ചോദിക്കുമ്പോൾ പറയത്രേ, എൻ്റെ അടുത്തൊരു ഭക്തൻ വന്നിട്ടുണ്ട് പ്രാണൻ വേണമെന്ന് പറഞ്ഞിട്ട്, പക്ഷേ അദ്ദേഹത്തിനെ രക്ഷിക്കണം, അത് നീ വാക്ക് തരണം എന്ന് പറയാണ്. അമ്മ പറഞ്ഞാൽ എനിക്കത് ചെയ്യാണ്ടിരിക്കാൻ പറ്റുമോ, ഞാൻ അദ്ദേഹം ആരാണെങ്കിലും അദ്ദേഹത്തിന്റെ പ്രാണൻ പോവാതെ ഞാൻ നോക്കിക്കോളാം എന്ന് അഞ്ജനിയോട് വാക്ക് കൊടുക്കുമ്പോഴാണ് സുഗന്ധൻ പുറത്തേക്ക് വരുന്നത്. സുഗന്ധനെ പുറത്തേക്ക് വിളിച്ചതിന് ശേഷം ചോദിക്കും എന്താ ഉണ്ടായതെന്ന്. അപ്പൊ പറയും, ശ്രീരാമചന്ദ്ര ഭഗവാൻ എന്നെ കൊല്ലുന്നു പറഞ്ഞു, കാരണം വിശ്വാമിത്രനാണ്. അപ്പൊ നീ ഇത് പറഞ്ഞില്ലല്ലോ ശ്രീരാമചന്ദ്ര ഭഗവാനാണ് കൊല്ലുക എന്ന്. അതാണ് കാരണം, ആരാണ് കാരണം, വിശ്വാമിത്രനാണ്, പക്ഷേ വധിക്കപ്പെടുന്നത് ശ്രീരാമചന്ദ്ര ഭഗവാന്റെ കൈകൊണ്ടാണെന്നാ പറഞ്ഞത്. കഷ്ടായി പോയില്ലേ, സ്വന്തം സ്വാമിയുടെ അടുത്താണ്. അതിന്ന് ഉടനടി അദ്ദേഹം ശ്രീ ഹനുമൽ സ്വാമി അയോധ്യയിലേക്ക് പോയിട്ട് പറയാണ്, ഭഗവാനെ രക്ഷിക്കണം, ഞാനിങ്ങനെ അമ്മയ്ക്ക് വാക്ക് കൊടുത്തിട്ടുണ്ട് സുഗന്ധനെ ഞാൻ രക്ഷിക്കാമെന്നുള്ളത്, എന്ത് ത്യാഗം സഹിച്ചാലും എനിക്ക് രക്ഷിക്കണം എന്ന് പറയാണ്. അപ്പൊ പറയാണ്, ഞാൻ വിശ്വാമിത്രന്, മഹാസന്ത് വിശ്വാമിത്രന് വാക്ക് കൊടുത്തിരിക്കുന്നു, എനിക്ക് വാക്ക് തെറ്റിക്കാൻ പറ്റില്ല എന്ന് ഹനുമാൻ അറിയില്ലേ എന്ന് ചോദിക്കുക. അപ്പൊ ഞാൻ എന്റെ സ്വാമിയായിട്ടുള്ള ശ്രീരാമചന്ദ്ര ഭഗവാനാണ് വാക്ക് കൊടുത്തിരിക്കുന്നത്, ശപഥം ചെയ്തിരിക്കുന്നത്, ഞാൻ ശ്രീരാമചന്ദ്ര ഭഗവാന്റെ വാക്കാണ് കൊടുത്തിട്ടാണ് ഇദ്ദേഹത്തിന്റെ പ്രാണൻ രക്ഷിക്കാന്ന് പറഞ്ഞത്. പറയും, ഒന്നും പറ്റില്ല, നോക്കിക്കോളൂ ഹനുമാൻ, കൂടണം നോക്കിക്കോളൂ എന്ന് പറയും. നാളെ രാവിലെ എന്റെ സൈന്യം വരും, ഞാനും വരും, എവിടെച്ചാ തെരഞ്ഞു പിടിക്കും, സുഗന്ധനെ വധിക്കും എന്ന് പറയും. ഹനുമാൻ പോവും, സുഗന്ധനെ പിടിച്ചു കൊണ്ടുപോയിട്ട് ഒരു സ്ഥലത്തിരിക്കുകയാണ്. ഇരുന്നതിന് ശേഷം എന്താണ് പറയുന്നത് അദ്ദേഹം, മന്ത്രജാബു മമ ദൃഢവിശ്വാസ, ഇതാണ് ശ്രദ്ധിക്കേണ്ട വാക്ക് ഇവിടെ. സുഗന്ധനോട് പറയാണ് ഹനുമാൻ, രാമന്റെ നാമം ദൃഢവിശ്വാസത്തോടുകൂടി, എന്ത് നാമം എന്ന് പറയില്ലേ, ഞാൻ ചൊല്ലുന്ന നാമം അത്രയും മനസ്സുറപ്പിച്ചിട്ട് ചൊല്ലിക്കൊള്ളൂ എന്നാണ് പറയുന്നത്. മന്ത്രജാബ് മമ ദൃഢവിശ്വാസ, ഞാൻ പറയുന്ന മന്ത്രം ദൃഢവിശ്വാസത്തോടു കൂടി ചെയ്തുകൊണ്ടേയിരിക്കൂ എന്ന് പറഞ്ഞാൽ ഹനുമാൻ ഇരുന്ന് കണ്ണടച്ചിട്ട് ഹരേ രാമ ഹരേ രാമ ഹരേ രാമ ഹരേ രാമ എന്ന് പറഞ്ഞ് ജപിക്കാൻ തുടങ്ങി. അപ്പോ ഭക്തിയിൽ ഇങ്ങനെ കണ്ണീരൊഴുകാൻ തുടങ്ങി ഇത്ര ഹനുമാന്. ഇവിടെ മറ്റേ ആൾക്ക് കണ്ണീര് വരുന്നത് എന്തുകൊണ്ടാണ്, മരണഭയം കൊണ്ട്. ഇടയ്ക്ക് ജപിക്കും, അതിനുശേഷം നോക്കും രാമൻ വരുന്നുണ്ടോ എന്ന്. വിളിച്ചായപ്പോ രാമചന്ദ്ര ഭഗവാൻ ലക്ഷ്മണനും സൈന്യസമേതരായി വന്നപ്പോ ഇദ്ദേഹം നാമജപേ നിർത്തി പേടിച്ചിട്ട്. പക്ഷേ എന്ത് ചെയ്തു, ഹനുമാൻ തന്റെ വാലിന്റെ ഉള്ളിലേക്ക് ഇരുത്തി ആരെ, സുഗന്ധനെ. അങ്ങനെ കാണാണ്ടിയായി, ഹനുമാനെ മാത്രമേ കാണുന്നുള്ളൂ. അപ്പോ രാമചന്ദ്ര ഭഗവാൻ കുറെ അമ്പ് ചെയ്തു അത്രേ. ഒരമ്പും ഹനുമാന്റെ പരിവേഷത്തിനെ ലംഘിക്കാൻ പറ്റിയില്ല, കാരണം രാമനാമമാണ് ജപിക്കുന്നത്, അതിനെ ലംഘിക്കാൻ പറ്റിയില്ല. അപ്പോ ലക്ഷ്മണനോട് പറയുകയാണത്രേ, എവിടെയാണ് കണ്ടുപിടിക്കുമെന്ന്. ലക്ഷ്മണൻ അങ്ങനെ പ്രാർത്ഥിച്ചൊരു ചാപം, ജ്യേഷ്ഠനെ മനസ്സിൽ ധ്യാനിച്ചൊരു ചാപം അയക്കുന്നു. ഹനുമാന്റെ ഹൃദയത്തിൽ അത് കൊണ്ടിട്ട് രക്തം വാർന്നൊലിക്കുന്നു. ഇവിടെ രാമചന്ദ്ര ഭഗവാൻ മോഹാലസ്യപ്പെട്ടു വീഴുന്നു. പെട്ടെന്ന് എന്താ ചെയ്ത, ഹനുമാൻ എന്തെങ്കിലും ദിവ്യശക്തി ഉപയോഗിച്ചു എന്ന് നോക്കുമ്പോൾ, പെട്ടെന്ന് തലയുയർത്തി നോക്കുമ്പോൾ ഹനുമാൻ ചോരയിൽ കുളിച്ചിരിക്കുകയാണ്.
അത് ഇവിടെ മോഹാലസ്യപ്പെട്ട് കിടക്കുന്ന ആരാണ്? ശ്രീരാമചന്ദ്ര ഭഗവാൻ. അപ്പോ നോക്കിയപ്പോ ഹൃദയം പിളർന്നിട്ട് ലക്ഷ്മണന്റെ അമ്പ് ആ രാമനെ ഇരിക്കുന്നത് ഹൃദയത്തിലിരിക്കുന്ന അമ്പ് ഹൃദയത്തിൽ ആരാണ്? രാമലക്ഷ്മണ സീതാ സഹിത് വസിക്കുന്നതാണ് അവിടെ രാമൻ അമ്പയേറ്റു. അങ്ങനെ കുറച്ചു കഴിഞ്ഞ് മൂർച്ഛിതനായിട്ടുള്ള രാമൻ ഉണർന്ന് നോക്കുകയാണ്. അപ്പോ ചോര ഒലിച്ചിരിക്കുകയാണ് ഹനുമാൻ. കാണാൻ പറ്റുന്നില്ല. രാമൻ കരയുന്നത് പണ്ട് ഹനുമാൻ കാണാൻ പറ്റിയിരുന്നില്ല ലക്ഷ്മണൻ മൂർച്ഛിതനായപ്പോ. ഉടനടി ശ്രീരാമചന്ദ്ര ഭഗവാൻ കണ്ണടച്ചിട്ട് കൈ ഇങ്ങനെ നീട്ടുകയാണ്. എന്നിട്ട് ഹനുമാൻ പ്രാർത്ഥിച്ചിരിക്കുക. കണ്ണിലേക്ക് ഇങ്ങനെ കൊണ്ടുപോവാണ് കൈ നീട്ടിയിട്ട്. ഇങ്ങനെ കൊണ്ടുപോകും എടുക്കും, കൊണ്ടുപോകും എടുക്കും. 2 പ്രാവശ്യം കൊണ്ടേ എടുത്തപ്പോ കണ്ണ് തുറക്കുന്നില്ല ശ്രീരാമചന്ദ്ര ഭഗവാൻ. ഇതൊക്കെ തുളസിദാസിന്റെ ഒരു കൃതിയിലാണ്. അവിടുന്ന് വേഗം പതുക്കെ ഈ വാലിന്റെ ഇടയിലുള്ള സുഗന്ധനെ എടുത്തിട്ട് മടിയിലാണ് വെക്കും. മടിയിൽ വെച്ചിട്ട് ഇങ്ങനെ പിറകിലേക്കാവും ഹനുമാൻ. അപ്പൊ പതുക്കെ ഉയർത്തി കൊടുക്കും. ശ്രീരാമചന്ദ്ര ഭഗവാൻ ഇങ്ങനെ കൈ തൊട്ട് ആശീർവദിക്കും. എന്നിട്ട് ഹൃദയം തൊടാൻ പോകുമ്പോൾ അവിടെ ചോരയൊന്നും കാണില്ല. പെട്ടെന്ന് കണ്ണ് തുറന്ന് നോക്കുമ്പോൾ ഹനുമാന്റെ മടിയിലിരിക്കുന്ന സുഗന്ധനെ കാണുമ്പോൾ ചിരിയാണ് അത്ര ശരിയാ. അത് നോക്കൂ, മാന്മാരായ ഈ മനുഷ്യരൂപിയാണെങ്കിലും അദ്ദേഹത്തിൻ്റെയൊക്കെ ആ ധർമ്മബോധം ആലോചിച്ച് നോക്കണം നമ്മള്. നമുക്കൊക്കെ ദേഷ്യമൊക്കെ വരുമ്പോൾ നമ്മൾ ഇതൊക്കെ ഓർക്കേണ്ടതാണ്. അപ്പോ ആ ധർമ്മബോധം കണ്ടിട്ട് ഉടനടി എന്ത് ചെയ്തു? അദ്ദേഹം ചിരിച്ചു പറഞ്ഞു അത്രേ, ഹനുമാൻ ഇനി ഭഗവാൻ ഇനി നിങ്ങൾ തന്നെ ചെയ്തോളൂ. തലയിൽ തൊട്ട് ആശീർവാദം കൊടുത്തു ഇദ്ദേഹത്തിന്. ഇനി ഇദ്ദേഹത്തിന്റെ പ്രാണൻ എടുത്തോളൂ, എന്ത് വേണമെങ്കിൽ ചെയ്തോളൂ എന്ന് പറഞ്ഞ അങ്ങനെ മുന്നിലേക്ക് വെച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ശ്രീരാമചന്ദ്ര ഭഗവാൻ പറയാണ്, ഹനുമാന്റെ മടിയിലിരിക്കുന്ന ഒരാളുടെ പ്രാണനെ എങ്ങനെ എനിക്ക് എടുക്കാൻ പറ്റും എന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കുന്ന സമയത്താണ് എന്താണ് സംഭവിച്ചത് എന്ന് പറയൂ, എന്തുകൊണ്ട് നീ വന്ദിച്ചില്ല വിശ്വാമിത്രനെ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ പറയാണ്, ഞാൻ ആരുടെ കുസംഗം കൊണ്ടാണ് നിനക്കിതുണ്ടായ? ആരുടെ കുസംഗം കൊണ്ടൊന്നല്ല സ്വാമി, സത്സംഗം കൊണ്ടാണ് പറ്റിയത്. നാരദര് വന്നു, നാരദരാണ് ഇതൊക്കെ ചെയ്തത് എന്ന് പറഞ്ഞു അത്രേ. അപ്പോഴേക്കും പിന്നെ വിശ്വാമിത്രൻ അവിടെ എത്തി. സ്വയം വിശ്വാമിത്രനെ കണ്ടതും ഹനുമാൻ പറഞ്ഞു, ഒന്നും നോക്കണ്ട സുഗന്ധ, പോയിട്ട് സാഷ്ടാംഗ പ്രണാമം ചെയ്തോളൂ, തെറ്റ് പറ്റി എന്ന് പറഞ്ഞ് കാല് പിടിച്ച് കരയൂ, കണ്ണീരുകൊണ്ട് കാല് കഴുകൂ എന്ന് പറഞ്ഞു. വിശ്വാമിത്രന്റെ പാദങ്ങള് കണ്ണീരുകൊണ്ട് കഴുകിയപ്പോ എന്താണ് സംഭവിച്ചത്? ആ സന്താണ്, ഒരു സന്ത് അല്ലെങ്കിൽ ഒരു സന്യാസി, ഒരു സദ്ഗുരു. എന്താണ് സദ്ഗുരു ചെയ്യുന്നത്? ഒരിക്കലും അവർ ശിക്ഷിക്കാനല്ല നമ്മൾക്ക് പലതും ചെയ്യുന്നത്. അവർ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? നമ്മളെ നേർവഴിയിലേക്ക് നടത്താൻ വേണ്ടിയിട്ടാണ്. ഉടനടി പറഞ്ഞു, എന്റെ കോപമൊക്കെ തീർന്നു, ഇനി ഇദ്ദേഹത്തെ വധിക്കൊന്നും വേണ്ട, അദ്ദേഹത്തിന്റെ മനസ്സ് നിഷ്കളങ്കമായി. ആരാണത് ചെയ്തതെന്ന് പറയൂ എന്ന് ചോദിച്ചത് വിശ്വാമിത്രനും രാമനും. അപ്പോഴാണ് നാരായണൻ എന്ന് പറഞ്ഞിട്ട് നാരദർ അവിടെ വരുന്നത്. അപ്പൊ നാരദർ പറഞ്ഞത്ര, ഞാൻ ലോകത്തിൽ പോകുമ്പോ ഒക്കെ സകലരും ചോദിക്കുന്ന ചോദ്യം ഉത്തരം പറഞ്ഞ് ഞാൻ മടുത്തു. ഈ നാമം ജപിച്ചു കഴിഞ്ഞാൽ ദൈവത്തിനെ കിട്ടുമോ? നാമത്തിന് ഇത്രയൊക്കെ ശക്തി ഉണ്ടോന്ന് ഇതൊന്ന് പരീക്ഷിക്കണല്ലോ എന്ന് കരുതിയിട്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ ഒരു ഉപായം നോക്കിയത്. ഭഗവാൻ സേ അധിക ഭഗവൻ നാമത്തിന്റെ മഹിമയാണ്. രാം സേ ബഡ്കർ രാം കാ നാം എന്നാണ് തുളസിദാസ് പറയുന്നത്. അതുകൊണ്ടാണ് നാമജപം ചെയ്യൂ. ഹനുമൽ സ്വാമി എന്താ ചെയ്തത് നോക്കൂ. മൃത്യു വന്ന ഒരു രാജാവിനെ സ്വന്തം രാമചന്ദ്ര ഭഗവാന്റെ കയ്യിൽ നിന്ന് പോലും രക്ഷിച്ചു കൊടുത്തു, ഒരു പോറലും ഇല്ലാണ്ട്, നാമജപം കൊണ്ട്. ഇതാണ് ഹനുമാൻ ചാലീസയുടെ മഹത്വം. അതുകൊണ്ട് ഈ ഹനുമാൻ ചാലീസ മുറുകെ പിടിക്കൂ എന്ന് പറഞ്ഞ് നമുക്ക് ഇവിടെ സംഗ്രഹിക്കാം. ഇതിനെ പവന തനയ സങ്കടഹരണ മംഗളമൂർത്തിരൂപ രാമലഖന സീതാസഹിത ഹൃദയ ബസഹു സുരഭൂ. ഹരേ രാം. ഈ ഒരു നമ്മളുടെ സപര്യ ഒരു ഹോളികാ ദഹനത്തിന്റെ ഒരു ദിവസമായിരുന്നു. 24-ാം തീയതി മാർച്ച് ഞായറാഴ്ചയാണ് നമ്മൾ തുടങ്ങിയത്. അത് സമാപിക്കുന്നത് ഇന്ന് 2-ാം തീയതി ജൂൺ 2-ാം തീയതി 11 ആഴ്ചകൾ, 77 ദിവസങ്ങളാണ്. ഇടയിലുള്ള 11 ആഴ്ചകളിലാണ് നമ്മൾ ഇത് ചെയ്തത്. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകതയുണ്ട്. ഇന്ന് ഏകാദശിയാണ്. ഇന്ന് പ്രത്യേകതയുള്ള ഒരു നല്ല ഏകാദശി തന്നെയാണ്. അപ്പോ നമുക്ക് ഈ മംഗളമൂർത്തിയായിട്ടുള്ള ഹനുമാൻജി മഹാരാജാവിനെ ഈ ദിവസം പ്രാർത്ഥിച്ചുകൊണ്ട് മനസ്സിൽ ഉറപ്പിച്ച്
ഇങ്ങനെ നമുക്ക് പ്രാർത്ഥിക്കാം വീണ്ടും വീണ്ടും. മംഗളകാരിയും സങ്കടനാശകനുമായ ഹേ വായുപുത്ര, രാമലക്ഷ്മണന്റെ കൂടെ നമ്മളുടെയൊക്കെ മനസ്സിൽ വസിക്കൂ, എല്ലാവിധ മംഗളങ്ങളും നേടിത്തരൂ എന്ന് നമുക്ക് പരമസുഹൃതരായ നിങ്ങളാണ്. കാരണം ഭക്തരുടെ എല്ലാം പേര് പറയേണ്ട ആവശ്യമില്ല, ഭഗവാൻ എല്ലാവരുടെയും പേരറിയാം. എല്ലാവരും ഇതിന് വന്നു, എല്ലാവരും ഇതിന് പങ്കെടുത്തു. എത്ര വലിയ സുഹൃതികളാണ് നമ്മൾ. എല്ലാവിധ ഭഗവത് കൃപ കൊണ്ട്, ഒരു കഴിവും ഇല്ലാത്ത എന്നെ കൊണ്ട് തന്നെ ഇതൊക്കെ പറയിപ്പിച്ചിട്ട് എല്ലാം ഹൃദയത്തിലാക്കി. ഇനി ഇതുപോലെ ഇതിൽ പങ്കെടുത്ത എല്ലാവരും മംഗളമയമായിട്ട് അവരുടെ ഈ ജീവിതം പോകട്ടെ. അതുപോലെ തന്നെ ഇഹലോകത്തിലും പരലോകത്തിലും ഹനുമൽ കൃപ കൊണ്ടും വൈകുണ്ഠനാഥന്റെ കൃപ കൊണ്ടും എല്ലാം നടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. നമസ്തേ പക്ഷേ 4 യുഗങ്ങളിലും ആ ഭക്ത ഹനുമാന്റെ പ്രഭാവം വ്യാപിച്ചിരിക്കുന്നു. എവിടെയും ഭഗവാന്റെ ആ പ്രോജ്വലമായ കാന്തിയാണ് വ്യാപിച്ചിരിക്കുന്നത്. ആ ഭാവവും ആ പ്രകാശവും നാം ഓരോരുത്തരുടെയും ഹൃദയത്തിൽ എന്നും വിളങ്ങട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നമുക്കിവിടെ ഉപസംഹരിക്കാം. ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും വീണ്ടും വീണ്ടും നന്ദി, നമസ്കാരം. നമ്മളുടെ സഭ ഇവിടെ അവസാനിക്കുന്നില്ല, ഇനിയും തുടർന്നുകൊണ്ടിരിക്കും. ഇതിന്റെ ഒരു ഭാഗമായിട്ട് തന്നെ നാം മുൻപ് സൂചിപ്പിച്ചത് മാതിരി ജൂലൈ 6-ാം തീയതി കായവരോഹത്തിലേക്ക് ഒരു തീർത്ഥയാത്ര, അതും നമുക്ക് സഫലമാക്കണം. എല്ലാവരും അതിന് മനസ്സും ശരീരവും അർപ്പിച്ച് അതിൽ പങ്കാളികളാകാനായിട്ട് ശ്രമിക്കും. സർവേ സുഖിനഃ സന്തു, സർവേ സന്തു നിരാമയാഃ, സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ലോകാഃ സമസ്താഃ സുഖിനോ. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ